ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മുടെ 11th ചാപ്റ്ററിലെ 5th യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മുടെ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ എന്താ പറയുക എമൗണ്ട്സ് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഷെയർസ് റെഡീമബിളും ഉണ്ട്, ഇറെഡീമബിളും ഉണ്ട്. പ്രിഫറൻസ് ഷെയർസിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ മെയിൻലി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന്. കാരണം 20 ഇയേഴ്സിനുള്ളിൽ റെഡീം ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഒരു പ്രിഫറൻസ് ഷെയർസ് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആയിരിക്കും. അപ്പോൾ 20 ഇയേഴ്സിനുള്ളിൽ ഇത് റെഡീം ചെയ്തിരിക്കണമെന്ന്. എങ്ങനെയാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുക, എന്തൊക്കെ സോഴ്സ് ഓഫ് ഫണ്ട് വെച്ചിട്ടാണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡുകളിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റും പിന്നെ അതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണ് ബുക്സിൽ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുക ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഒരു രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് റിഡംഷൻ ആണ് പറയുന്നത്. ഒന്ന് ബൈ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ്, അതായത് പുതിയൊരു നമ്മൾ ഇപ്പൊ ഒരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, അത് ഏകദേശം നമ്മൾ 20 ഇയേഴ്സ് ആവാറായെന്ന് വിചാരിക്കാം. നമുക്ക് ഇനിയും അതിന്റെ എന്താ പറയാ ആ പ്രിഫറൻസ് ഷെയർസ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 20 ഇയേഴ്സ് ചെയ്യുമ്പോൾ പുതിയ 20 ഇയേഴ്സ് ആകുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്തിട്ട് പുതിയ റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അതല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫണ്ടില്ല, അതായത് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ് എന്താ പറയാ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് നമ്മുടെ കയ്യിലുള്ളത് റെഡീം ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. കാരണം പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ റെഡീം ചെയ്യേണ്ടതാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇത് കുറേ കൂടി പെർമനന്റ് ആയിട്ട് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഉള്ള കേസിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. വെദർ ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് ടൈപ്പ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ റിഡീം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ കയ്യിൽ കുറെ പ്രോഫിറ്റുകളുടെ ബാലൻസ്, ജനറൽ റിസർവ് P&L കുറെ ബാലൻസസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ബാലൻസസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത് പറയുന്നത് ഇത് കോമ്പിനേഷൻ ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡിന്റെ കോമ്പിനേഷൻ വഴി നമുക്ക് ചെയ്യാം. അതാണ് നോർമലി കണ്ടുവരുന്നതും അതാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നതും. അതായത് ഫ്രഷ് ഇഷ്യൂ ചെയ്യണ്ടാവും, അതുപോലെ തന്നെ ബാക്കി എമൗണ്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നിന്ന് എന്താ പറയുക ക്യാപിറ്റലൈസ് ചെയ്തിട്ടായിരിക്കും റെഡീം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് റിഡംഷൻ എന്ന് നോക്കാം. റിഡംഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റീപേയിങ് ആൻ ഒബ്ലിഗേഷൻ അറ്റ് പ്രീ അറേഞ്ച്ഡ് എമൗണ്ട് ഓൺ ടൈമിങ്. അതായത് ഒരു ഒബ്ലിഗേഷൻ ആണ്, അതായത് ഒരു പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക നമ്മൾ ആ ഇഷ്യൂ ചെയ്യണ സമയത്ത് തന്നെ ഇതിന്റെ ഏകദേശം ലൈഫ് ലോങ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്താണെന്നും അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് എന്താ പറയുക ഈ എമൗണ്ട് ഒക്കെ റിഡീം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മളിത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ് ഒരു കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് സ്പെസിഫൈങ് ദ ഒബ്ലിഗേഷൻ ടു റിഡീം പ്രിഫറൻസ് ഷെയർസ് വിത്തിൻ ഓർ അറ്റ് ദ ടൈം ഓഫ് ഗിവിംഗ് ടൈം പീരീഡ് അറ്റ് ആൻ അഗ്രീഡ് പ്രൈസ്. അതായത് ഒരു അഗ്രീഡ് പ്രൈസിൽ ഇത് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിന് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് അഗ്രീഡ് പ്രൈസിന് ഇതെല്ലാം എന്താ പറയുക തിരിച്ചു പിടിക്കുകയാണ്. കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയർസ് ഒക്കെ ആ ലയബിലിറ്റി കമ്പനി പേ ഓഫ് ചെയ്തിട്ട് അവരുടെ ഷെയർസ് എല്ലാം തിരിച്ചു പിടിക്കുന്നതിനാണ് റിഡംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് ആണ് പറയുന്നത്. നമ്മൾ റെഡീം പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർ വേ ഓഫ് റേസിംഗ് ഫിനാൻസ് ഇൻ എ ഡൾ പ്രൈമറി മാർക്കറ്റ്. അതായത് എന്താ പറയുക ഇക്വിറ്റി ഷെയർസിനൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത, നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് വലിയ എന്താ പറയുക ഇഷ്യൂ ചെയ്താലും വലിയ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക മാർക്കറ്റ് ഷെയറിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാം. കാരണം പ്രിഫറൻസ് ഷെയർസിന് ഫിക്സഡ് ഡിവിഡൻഡ് ആണ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് നമ്മുടെ
വിചാരിച്ചത്ര ഷെയർസ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം എന്താണ് നോർമലി എന്താണ് ആ ആ ഷെയർസിന്റെ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടി ഫിക്സഡ് ആണ്. നമ്മൾ ആ റേറ്റ് മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും ഡിവിഡൻഡ് കിട്ടും. മീൻസ് പ്രോഫിറ്റ് ബാക്കിയുണ്ടെങ്കിൽ അത്രയും ഡിവിഡൻഡ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ആൾക്കാർ പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നതാണ് രണ്ടാമത്തത്, എ കമ്പനി മേ ഫേസ് ഡിഫിക്കൽറ്റി ഇൻ റേസിംഗ് ഷെയർ ക്യാപിറ്റൽ as its shares are not traded on the stock exchange. Potential investors who may hesitate in putting money into shares that cannot be easily be sold may be encouraged to invest if the shares are redeemable by the company. അതായത് വേറൊന്നുമല്ല, ചില കമ്പനീസ് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ എന്താ പറയുക ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസൊക്കെ എന്താണ് നോർമലി അവരുടെ ഷെയർസ് എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചോ, പക്ഷെ എന്താണ് ഇത് റെഡീം ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എന്താ പറയുക വിൽക്കാനോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഇങ്ങനത്തെ ഒരു കേസിൽ എന്താണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് പ്രിഫറൻസ് ഷെയർസ് വാങ്ങാം. കാരണം അത് റെഡീമബിൾ ആണ്. 10 കൊല്ലോ 20 കൊല്ലോ കഴിയുമ്പോൾ എന്തായാലും എന്താ പറയുക കമ്പനി ഇത് തിരിച്ചു വാങ്ങണം. സോ എന്താണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഉറപ്പും കൂടി ഉണ്ട്. Okay, the preferred shares may be redeemed when there is surplus of capital and the surplus fund cannot be utilized in the business for profitable use. അതായത് പറയുന്ന പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ അത് നിങ്ങൾ കാണും. അതായത് എന്താണ് പ്രോഫിറ്റിൽ നിന്നാണ് എന്താ പറയുക റിഡംഷൻ നടക്കുന്നതെങ്കിൽ അതിലൊരു എമൗണ്ട് എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ റിസർവിലേക്ക് മാറ്റണം എന്നുള്ളൊരു ക്ലോസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്താ പറയുക ഈ ചാപ്റ്റർ ഈ ഒരു യൂണിറ്റ് കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങളത് പഠിക്കും. സോ അങ്ങനെ ഒരു കേസിൽ എന്താണ് ആ ഒരു സർപ്ലസ് ഫണ്ട്, അതായത് നമ്മൾ എന്താണ് റെഡീം ചെയ്ത ആ ഒരു സർപ്ലസ് ഫണ്ട് പിന്നെ ഡിവിഡൻഡ് കൊടുക്കാനൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ് നോ ഡിവിഡൻഡ് ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ഇഫ് ദർ ഇസ് ലോസ് ഓർ പ്രോഫിറ്റ് വേറസ് ഇൻട്രസ്റ്റ് ഈസ് പേബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ഓർ ലോൺ. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതിന് ഡിവിഡൻഡ് കൊടുത്താൽ മതി. പക്ഷെ ഡിബഞ്ചേഴ്സിന്റെ കേസോ ലോൺ എടുക്കുന്ന കേസിൽ അങ്ങനെയല്ല. കാരണം എന്താണ് അത് ലോസ് ആണെങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, പക്ഷെ പ്രിഫറൻസ് ഷെയർസ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ സെക്ഷൻ 55 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ് എന്താ പറയുക റിഡംഷൻ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് പ്രിഫറൻസ് ഷെയർസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്താണ് ഇഷ്യൂ ചെയ്യാനും അത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് അതിൻ്റെ റിഡംഷൻ പീരീഡ് എന്ന് പറയുന്നത് 20 years കൂടാൻ പാടില്ല. ഓക്കെ, പിന്നെ എന്താണ് നോ ഷെയർസ് ക്യാൻ ബി റെഡീം എക്സെപ്റ്റ് ഔട്ട് ഓഫ് ഡിവിസിബിൾ ഓർ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്. ഓക്കെ, അതായത് എന്താ പറയുക നമുക്ക് എന്താണ് ക്യാപിറ്റൽ റിസർവ് ചെയ്യുന്നു അങ്ങനെ അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ റിസർവ് അങ്ങനത്തെ റിസർവ് ചെയ്യുന്നൊന്നും എന്താ പറയുക നമ്മുടെ ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്, അതായത് ഫ്രീ റിസർവ് എന്ന് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ഈ എന്താ പറയുക ഈ റിഡംഷൻ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെന്താണ് നമുക്ക് ഷെയർസ് എന്താണ് ഫുള്ളി പെയ്ഡ് ആയാൽ മാത്രമേ ഈ ഷെയർസ് ഒക്കെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെന്താണ് ഇൻ കേസ് സച്ച് ക്ലാസ് ഓഫ് കമ്പനീസ് മേ പ്രിഫർ ആൻഡ് ഹൂസ് ഫിനാൻഷ്യൽ കംപ്ലൈ വിത്ത് അക്കൗണ്ട് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ്. അതായത് ഒരു സെക്ഷൻ 133 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് പ്രകാരം പറയുന്നത് ഈ റെഡീം ചെയ്യണ സമയത്ത് നമുക്ക് വരുന്നതാണ് പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിൽ റെഡീം ചെയ്യാം. അതായത് എക്സ്ട്രാ എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രീമിയം ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് റെഡീം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്രീമിയം കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം എന്താണ് നമുക്ക് റിഡംഷന് വേണ്ടി ഉപയോഗിക്കാം. ബട്ട് എന്താണ് ഈ സെക്ഷൻ 133 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം എന്താണ് ഈ റിഡംഷന്റെ സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം ഒരിക്കലും എന്താണ് നമ്മുടെ ബുക്സിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതായത് റിഡംഷന്റെ സമയത്ത് എന്താണ് നമ്മൾ പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഒരിക്കലും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഇൻ കേസ് ഓഫ് അതർ കമ്പനി അതായത് സെക്ഷൻ 133 ഫോളോ ചെയ്യാത്ത കമ്പനീസിന് എന്താണ് അതിനുള്ളത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്താണ് ഈ റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് വേറെ എനി ഷെയർസ് ആർ
ആർ പ്രൊപ്പോസ് ടു ബി redeemed ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഷാൽ ബി ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് വഴിയാണ് എന്താ പറയുക അത് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു റെഡീം ചെയ്യുന്ന ആ ഒരു പ്രിഫറൻസ് ഷെയർസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു നോമിനൽ വാല്യൂ ഉണ്ടാവുമല്ലോ, അതിന്റെ എന്താ പറയുക അതിന്റെ എന്താ പറയുക ഒരു ഷെയർസിന്റെ ആ ഒരു ബുക്ക് വാല്യൂ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളത് ആ ഒരു വാല്യൂ എന്താണ് നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക്, അതായത് ആ നോമിനൽ ഷെയർസിന്റെ നോമിനൽ എമൗണ്ട് റെഡീം ചെയ്യുന്ന നോമിനൽ എമൗണ്ട് എന്താണ് നമ്മുടെ റിസർവ്സിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, ഷെയർസ് ആണ്. ഇന്ന ടൈപ്പ് അതിന് എന്താണ് ഒരു പ്രിഫറൻസ് ഉള്ള ഒരു ഓണേഴ്സ് ആണ്. അവർക്ക് എന്താ പറയുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അത്രയും പവർ ഇല്ലെങ്കിലും എന്താ പറയുക ആ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് ഇത് കിട്ടാനുള്ള പ്രിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ടും എന്താ പറയുക ഈ ഒരു പെർമനന്റ് സോഴ്സ് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്താണ് പ്രിഫറൻസ് ഷെയർസ് ഈസ് എ ടൈപ്പ് ഓഫ് ഓണർ. കമ്പനിയുടെ ഒരു എന്താ പറയുക വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ഓണേഴ്സ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഇവരുടെ ഷെയർസ് റെഡീം ചെയ്യുമ്പോൾ അപ്പൊ എന്താണ് ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിലുള്ള ഒരു ഒബ്ലിഗേഷൻ എന്താ പറയുക മിസ് ഔട്ട് ആവുകയാണ്. അവരുടെ ആ എന്താണ് കമ്പനിയുടെ ഉള്ള ഒരു ബാധ്യത, അതായത് അത് എന്താണ് ഒഴിവായി കിട്ടുകയാണ്. സോ നോർമലി എന്താണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അതായത് ഔട്ട്സൈഡ് പാർട്ടീസ്, നമുക്ക് ലോൺ തന്നവർ അതുപോലെ തന്നെ നമ്മളായിട്ട് ട്രേഡ് ചെയ്യുന്നവര്, ഇവർക്കൊക്കെ എന്താണ് ഇവരുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ ഓണേഴ്സ് ഉണ്ടെന്നുള്ളതാണല്ലോ. ഓണേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടാണല്ലോ എന്ത് പറയുക ഇവര് നമ്മുടെ ബാങ്കുകളാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സ് ആണെങ്കിലും ഇവർക്ക് ക്രെഡിറ്റ് പീരീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റി ഇവിടെ ഒഴിഞ്ഞു പോവുകയാണ്, അതായത് ഓണേഴ്സിന്റെ ലൈബിലിറ്റി ഒഴിഞ്ഞു പോവുകയാണ്. പക്ഷെ ഔട്ട്സൈഡ് പാർട്ടീസിന്റെ ലൈബിലിറ്റി ഇപ്പോഴും കമ്പനിയിൽ നിൽക്കുകയാണ്. ഓക്കെ, ഈ റിഡംഷന്റെ സമയത്ത്. സോ അത് അങ്ങനെ ഒരു കേസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഇവരെ ആദ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്താണ് ഔട്ട്സൈഡേഴ്സിനെയാണ്. ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി നമ്മളിപ്പോ എന്താ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനിയൊക്കെ നിങ്ങൾ പഠിക്കും, അതായത് ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി പേ ഓഫ് ചെയ്തിട്ട് എന്ത് പറയുക നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലൈബിലിറ്റി പേ ചെയ്യുകയുള്ളൂ വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. പക്ഷെ ഇവിടെ റിഡംഷന്റെ സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ എന്താ പറയുക റെഡീം ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്തുള്ള ഔട്ട്സൈഡ് ലൈബിലിറ്റി ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിന് എന്താണ് ഇതൊരു റിസ്ക് ആണ്. ഓക്കെ, സോ അവരുടെ ഭാഗം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ട് വെക്കുന്ന ഒരു എന്താ പറയുക ഒരു റൂളാണ്. അതായത് നോമിനൽ അക്കൗണ്ട്, അതായത് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ എന്താ പറയുക ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ഷെയർസ്, അതായത് ഇപ്പൊ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഇപ്പൊ കോമ്പിനേഷൻ ഓഫ് നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കോമ്പിനേഷൻ ഓഫ് എന്താ പറയുക എ ആൻഡ് ബി ആണെങ്കിൽ നമ്മളിപ്പോ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ് മറ്റൊരു വേറെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ നോ ഇഷ്യൂസ്. അങ്ങനെയാണെങ്കിൽ വേറെ റിസർവിലേക്ക് ഒന്നും മാറ്റേണ്ടതില്ല. കാരണം എന്താണ് പഴയ ഷെയർ ഹോൾഡേഴ്സ് പോയി പുതിയ ഷെയർ ഹോൾഡേഴ്സ് വന്നു എന്നുള്ളൂ. അപ്പൊ എന്താണ് ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി ഔട്ട്സൈഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷെ എന്താണ് നമ്മൾ റിസർവ്സിൽ നിന്നാണ് എന്ത് പറയുക നമ്മള് ഈ പേ ഓഫ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ എന്താണ് അവിടെ പ്രശ്നമുണ്ട്. കാരണം എന്താണ് അവിടെ ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റിക്ക് ഔട്ട്സൈഡേഴ്സിന്റെ പ്രൊട്ടക്ഷന് അവിടെ ഒരു കോട്ടം തട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ക്ലോസ് ആണ്. അതായത് ഇങ്ങനെ റിസർവ്സ് ആൻഡ് സർപ്ലസ് വഴിയാണ് എന്ത് പറയുക നമ്മൾ പേ ഓഫ് നടത്തുന്നെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ എമൗണ്ട് ആയിട്ട് ഈക്വൽ ആവുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യണം നമ്മുടെ ബുക്സിൽ നമ്മുടെ ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രിയാൻഡില് ജനറൽ റിസർവ് അങ്ങനെയുള്ള റിസർവ്സിൽ നിന്ന് ആ എമൗണ്ട് ആ നോമിനൽ എമൗണ്ട് എന്നാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്ന റിസർവിലേക്ക് മാറ്റണമെന്ന്. ഓക്കെ, അതിന്റെ ലോജിക്ക് വേറൊന്നല്ല. ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമ്മൾ മെയിൻലി എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ബോണസ് ഇഷ്യൂ നടത്താൻ. ഓക്കെ,
അല്ലാതെ എന്താണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഒരിക്കലും എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ബോണസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനാണ്. അപ്പോൾ എന്താണ് അത് ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലെ എമൗണ്ട് പിന്നെ എന്താണ് നമ്മുടെ ഷെയർസ് ആയിട്ട് തന്നെ മാറുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയുടെ പ്രൊട്ടക്ഷന് കോട്ടം തെറ്റില്ല. കാരണം എന്താണ്, കാരണം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമുക്ക് എന്താണ് ബോണസ് ഇഷ്യൂ അങ്ങനത്തെ ഉള്ള ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒരു റിസർവ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വഴി ഇൻഡയറക്ട്ലി നമ്മുടെ എന്താ പറയുക ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, ഡിവിസിബിൾ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ എന്താണ് അപ്പോൾ എന്താണ് ആ ഒരു ഫണ്ട് എന്താ പറയുക ഈ ഷെയർ ഹോൾഡേഴ്സിന് മീൻസ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിഡംഷൻ കഴിഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് പിന്നെ ഈ പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താണ് അതും എന്താണ് ഷെയർസിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് വരികയാണ്. അങ്ങനെ എന്താണ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുമുണ്ട്. ഓക്കെ, സോ ഇതാണ് എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെ ലോജിക്ക്, ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിനുള്ള ലോജിക്ക്. ഓക്കെ, സോ എന്താണ് സിമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി എന്താ പറയുക ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കുക. ലോജിക്ക് സിമ്പിൾ ആണ്. അതായത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താ പറയുക ഇപ്പോഴത്തെ അതായത് റിഡംഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് അത് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുന്നു. ഓക്കെ, അതിന്റെ വാല്യൂ ആ മാറ്റുന്ന എമൗണ്ട് എന്തായിരിക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് റിഡീം ചെയ്ത പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ വാല്യൂ ആയിരിക്കണം. ഓക്കെ, അതുവഴി എന്താണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുന്നത് വഴി എന്താ ചെയ്യുന്നത്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള അവർക്ക് എന്താ പറയുക അർഹതപ്പെട്ടേക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് നോർമലി എന്താണ് നമ്മൾ റിഡീം ചെയ്ത എമൗണ്ട് തന്നെ പിന്നെയും ക്യാപിറ്റലൈസ് ആയേക്കാണ്. ഓക്കെ, അങ്ങനെ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി പ്രൊട്ടക്റ്റഡ് ആവുന്നു. ഓക്കെ, സോ ഇതാണ് എന്ത് പറയുക നമ്മൾ നോമിനൽ വാല്യൂ, അതായത് പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ വാല്യൂ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആക്കുന്നതിന്റെ ബിഹൈൻഡുള്ള ലോജിക്ക്. സോ ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾ റിഡംഷന്റെ സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് ആസ് പെർ സെക്ഷൻസ് 55 ഓഫ് കമ്പനീസ് ആക്ട്. സോ ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ്. അതായത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്താ പറയുക റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഇനി ഫുള്ളി പെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ബാക്കിയുള്ള എമൗണ്ടും കൂടി കോൾ ചെയ്തിട്ട് ഫുള്ളി പെയ്ഡ് ആക്കിയതിന് ശേഷമേ നമുക്ക് എന്താ പറയുക റിഡംഷൻ നടത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇൻട്രസ്റ്റ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇഫ് ദ നോമിനൽ വാല്യൂസ് റിഡീംഡ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദസ് എൻഷുറിംഗ് ദ സെയിം എമൗണ്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുന്ന വഴി നോമിനൽ എമൗണ്ട് മാറ്റുന്ന വഴി എന്താണ് നമ്മുടെ ഔട്ട്സൈഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് പ്രൊസീഡ്സ് ഓഫ് എ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ പ്രൊസീഡ്സ് നടത്തുന്നു. പിന്നെന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്താണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നു, എങ്ങനെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വഴി ക്യാപിറ്റലൈസ് ചെയ്യുന്നു. പിന്നെന്താണ് കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി, എയും ബിയുടെ കോമ്പിനേഷൻ. ഓക്കെ, സോ ഇവിടെ പറയുന്ന റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ബൈ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, എ കമ്പനി ക്യാൻ ഇഷ്യൂ ന്യൂ ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ആൻഡ് പ്രൊസീഡ്, അതിൽ നിന്നുള്ള പ്രൊസീഡ്സ് വഴി എന്താണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ നടത്താൻ പറ്റും. പക്ഷെ ഒരു കേസ് പറയുന്നുണ്ട്, ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂ നിന്നുള്ള പ്രൊസീഡ്സ് നമുക്ക് എന്താ ഒരിക്കലും പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ, കാരണം എന്താണ് ഡിബഞ്ചേഴ്സ് എന്താണ് ലോൺ പോലൊരു സംഭവമാണ്. അതിൽ നിന്നുള്ള പ്രൊസീഡ്സ് നമുക്ക് ഒരിക്കലും പറ്റില്ല. ക്യാപിറ്റൽ അതായത് ഷെയർസ് ഓണേഴ്സിന് കൊടുക്കുന്ന ഷെയർസ് തന്നെ വേണം എന്താ പറയുക ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കണ്ടാണ് അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഓക്കെ,
നമുക്കറിയാം എന്താ പറയുക, സെക്യൂരിറ്റീസ് പ്രീമിയം, അതായത് പ്രീമിയത്തിലാണ് നമ്മളിത് റെഡീം ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്താണ് നമ്മൾ ഈ ഒരു കേസിൽ എന്താണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫ്രീ റിസർവ്സിലേക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സെക്യൂരിറ്റീസ് അതുകൊണ്ട് തന്നെ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ എവിടേക്കാണ് എന്തിനൊക്കെ വേണ്ടിയാണ് നമുക്ക് എന്താ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 52 ഓഫ് കമ്പനീസ് ആക്ടിലെ സെക്യൂരിറ്റീസ് പ്രീമിയം എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് എന്താണ്, ടുവേർഡ്സ് ഇഷ്യൂ ഓഫ് അൺഇഷ്യൂർഡ് ഷെയർസ് ഓഫ് ദ കമ്പനിയുടെ അൺഇഷ്യൂർഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എന്താ പറയുക, അതായത് ഫുള്ളി പെയ്ഡ് ഓഫ് സെക്യൂരിറ്റീസ് ആയിട്ട് എന്താ പറയുക നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്, പ്രിലിമിനറി എക്സ്പെൻസ്, കമ്പനി തുടങ്ങാൻ നേരത്തെ ഇൻകോർപ്പറേഷന്റെ സമയത്ത് വന്നേക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. പിന്നെന്താണ്, റൈറ്റ് ഓഫ് ദ എക്സ്പെൻസ് ഓഫ് ഓർ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓൺ എനി ഓഫ് ദ സെക്യൂരിറ്റീസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് എന്താണ്, ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യാൻ വന്നേക്കുന്ന കമ്മീഷൻ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. പിന്നെ പറയുന്നത് എന്താണ്, നാലാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ടു പ്രൊവൈഡ് ഫോർ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓർ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് പ്രീമിയത്തിൽ എന്താ പറയുക പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും റെഡീം ചെയ്യുകയാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമുക്ക് എന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ അഞ്ചാമത് പറയുന്നത് ഫോർ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റീസ്. അതായത് നമ്മൾ എന്താ പറയുക റിഡീം ചെയ്യാൻ വേണ്ടി സ്വന്തം സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി എന്താ പറയുക ഇതിൽ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അത് റെഡീം ചെയ്യാനായിട്ട് ഷെയർസ് റെഡീം ചെയ്യാനായിട്ട്. നാലാമത് പറയുന്നത് റെഡീം ചെയ്യണ സമയത്തുള്ള പ്രീമിയം എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഡിഫറൻസ് ഉണ്ട്, മനസ്സിലാക്കാം. പക്ഷെ ഈ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അതായത് റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം നമുക്ക് എന്താ പറയുക സെറ്റ് ഓഫ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു നോട്ടിൽ ഇവരെല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് പറയുന്നത് ചില കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താ പറയുക കംപ്ലൈ ചെയ്യുന്ന ചില കമ്പനീസ് എന്താണ് അങ്ങനെ അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ചില കമ്പനീസ് എന്നാണ് സെക്ഷൻ 133 ഓഫ് ദ കമ്പനീസ് ആക്ട് പ്രകാരം ആ ഒരു സെക്ഷനിൽ കീഴിൽ വരുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിന് എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഹാസ് നോട്ട് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതായത് പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് വേണ്ടി സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 133യുടെ കീഴിൽ വരുന്ന കമ്പനീസിന് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ട് എന്താണ് പ്രീമിയം പേയബിൾ ഓൺ റിഡംഷന്റെ പ്രീമിയം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷെ അതിൽ വരുന്ന പ്രീമിയം നമുക്ക് എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിൽ ബേസിക്കലി പറയുന്നത് വേറൊന്നുമല്ല, ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ ഹാസ് ബീൻ സോൾവ് ഓൺ ദ ബേസിസ് ഓഫ് ദ കമ്പനീസ് റെഫേർഡ് ഇൻ ക്വസ്റ്റ്യൻ ഗവൺ ബൈ സെക്ഷൻ 133. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലിൽ തന്നിരിക്കുന്ന എല്ലാ ഇലസ്ട്രേഷനിലും നമ്മൾ എന്താ പറയുക അസ്യൂം ചെയ്തേക്കുന്നത് ആ കമ്പനീസ് എല്ലാം സെക്ഷൻ 133 എന്ന് പറയുന്ന സെക്ഷന്റെ കീഴിൽ വരുന്നതാണ്. അതായത് സംഭവം സിമ്പിളാണ്. എന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് നമുക്ക് ഡിവിഷൻ ജനറൽ റിസർവ് അല്ലെങ്കിൽ എന്താ പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലത്തെ ഫ്രീ റിസർവ്സ് എന്ത് പറയുക പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അതായത് പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിന് വേണ്ടി ഉപയോഗിക്കാനാണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിന് റെസ്ട്രിക്ഷൻ ഉള്ളൂ. പക്ഷെ എന്താണ് ഈ നോമിനൽ വാല്യൂ, അതായത് ഈ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ പറയുന്നത് എന്താണ് ന്യൂ ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ട് എന്താണ് റെഡീം ചെയ്യാനുള്ളതിനുള്ള റീസൺസിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ആദ്യം പറയുന്നതാണ് വെൻ ദ കമ്പനി ഹാസ് കം ടു റിയലൈസ് ദാറ്റ് ദ ക്യാപിറ്റൽ ഈസ് നീഡഡ് പെർമനന്റ്ലി. അതായത് പെർമനന്റ്, അതായത് പ്രിഫറൻസ് ഷെയർസ് എന്താണ് നമ്മൾ ഇപ്പൊ പുതിയൊരു പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ എന്താണ്
20 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലിമിറ്റ് കഴിയുമ്പോൾ നമ്മളത് റെഡീം ചെയ്യേണ്ടി വരും. ബട്ട് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ എന്താണ്, നമുക്കത് പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് കമ്പനി നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസിന് പകരം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്താണ് നമുക്ക് എന്താ പറയുക പെർമനൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒന്നും കൂടി പെർമനൻറ്റ് രീതിയിലേക്ക് എന്താ പറയുക അങ്ങനെ ഒരു പെർമനൻറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലിക്വിഡിറ്റി ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത് പറയുന്നത് when the balance of profit which would otherwise be available for dividend is insufficient. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിന്റെ ബാലൻസ് എന്താ പറയുക ഇൻസഫിഷ്യന്റ് ആണ്, നമുക്ക് വേറെ വഴിയില്ല, ഡിവിഡൻഡ് കൊടുക്കണം. സോ എന്താണ് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് എന്താണ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഉള്ള കേസിൽ വേറെ ഒന്നും വഴിയില്ല, നമുക്ക് എന്താ പറയുക ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തിയിട്ട് എന്ത് പറയുക റിഡംഷൻ നടക്കുകയുള്ളൂ. പിന്നെന്താണ് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ അത്ര സുഖമൊന്നുമല്ലെങ്കിൽ, അതായത് റിഡംഷൻ നമ്മൾ ക്യാപിറ്റൽ വഴിയാണ് ഫ്രഷ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ, റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ബുക്സിൽ എന്താ പറയുക ക്യാപിറ്റലൊക്കെ മാറ്റിയാൽ പോരല്ലോ, ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണോ? നമ്മൾ ബുക്സിൽ എന്താ പറയുക ആ പൈസ കൊടുക്കുന്നത് എന്താണ് അസറ്റ് വഴി കുറയുന്നുണ്ട്, എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കുറയുന്നുണ്ട്. പക്ഷെ എന്താണ് അതിനു വേണ്ടി എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചിലപ്പോൾ പ്രോഫിറ്റ് ചെയ്യുന്നതായിരിക്കും എന്താ പറയുക ആ എഫക്റ്റ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുക ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ അത് ഒരു ലയബിലിറ്റിയിൽ അഡീഷണൽ ആയിട്ട് വരും. പക്ഷെ ഇതിനും ഫണ്ട് വേണമല്ലോ. അപ്പൊ ഫണ്ട് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രഷ് ഇഷ്യൂ നടത്തും. അപ്പൊ എന്താണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന വഴി എന്താണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങുന്നവർ എന്താ പറയുക ഫണ്ട് കമ്പനിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ആ ഫണ്ട് നമുക്ക് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, പ്രോഫിറ്റ് ആകുമ്പോൾ എന്താണ് നമ്മുടെ ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വഴി എന്താ പറയുക ഇഷ്യൂ നടത്തുന്നത് അല്ലെ റിഡംഷൻ നടത്തുന്നത് അത്ര ബെസ്റ്റ് ഓപ്ഷൻ അല്ല. പിന്നെ എന്താണ് അഡ്വാൻറ്റേജ് ഇതിന്റെ പ്രിഫറൻസ് ഷെയർസ് എന്താണ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ചെയ്യുന്നതിന്റെ അഡ്വാൻസ് ആണ് പറയുന്നത്. അതായത് എന്താണ് നോ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് മണി, അതായത് എന്താണ് നമ്മൾ എന്താ പറയുക നമ്മള് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് എന്താണ് ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന വഴി നമുക്കത് തിരിച്ചു കിട്ടുന്നുണ്ട്. സോ നെറ്റ് എഫക്റ്റിൽ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. പിന്നെന്താണ് ന്യൂ ഇക്വിറ്റി ഷെയർസ് എന്താണ് പ്രീമിയത്തിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വാല്യൂ ചെയ്യുക. ഓക്കെ, കാരണം റിഡീം ചെയ്യാനാണല്ലോ. പിന്നെന്താണ് ഷെയർ ഹോൾഡേഴ്സ് റിറ്റെയിൻ ദ ഇക്വിറ്റി ഇൻട്രസ്റ്റ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് അവരുടെ ഇക്വിറ്റിയുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നു. കാരണം എന്താണ് പ്രിഫറൻസ് ഷെയർസ് പോയിട്ട് ഇക്വിറ്റി ഷെയർസ് വരുന്നു. ഓക്കെ, ഷെയർസിലും അവിടെ വലിയ ഇമ്പാക്ട് വരുന്നില്ല. പക്ഷെ എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ ഏർണിങ്സിൽ ഡൈല്യൂഷൻ വരുന്നു. കാരണം എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, പകരം ഇക്വിറ്റി ഷെയർസ് ആണ് വരുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് കൊടുത്താൽ മതി. പക്ഷെ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല, ഡിവിഡൻഡ് റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഏർണിങ്സിന്റെ ഡൈല്യൂഷൻ കൂടുതലായിരിക്കും. പിന്നെ പറയുന്നതാണ് കമ്പനിയിലെ ഷെയർ ഹോൾഡിംഗ് ഇസ് ചേഞ്ച് ഇഫ് ദ ഫ്രഷ് ഇഷ്യൂ ഇസ് മെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ല പുറത്തേക്കാണ് നമ്മൾ എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ നോർമലി എന്താണ് നമ്മുടെ എന്താ പറയുക ഷെയർ ഹോൾഡേഴ്സിന്റെ പൊസിഷൻ അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു പവറിൽ ഡൈല്യൂഷൻ വരുമെന്ന്. ഓക്കെ, പിന്നെ എന്താണ് അക്കൗണ്ടിങ് എൻട്രീസ്. നമ്മൾ ഈ എന്താ പറയുക റിഡീം ചെയ്യുന്നതിനൊക്കെയുള്ള നമ്മുടെ ബുക്സിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ട അക്കൗണ്ടിങ് എൻട്രീസ് ആണ് പറയുന്നത്. സോ ആദ്യത്തെ കേസ് എന്താണ് ന്യൂ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ, അതായത് നമ്മൾ എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് റിഡീം ചെയ്യണതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇഷ്യൂ എന്താണ് പാർ, അതായത് എന്താണ് ഫേസ് വാല്യൂയിലാണ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? സിമ്പിളാണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എൻട്രി പാസ് ചെയ്ത് എന്താ പറയുക ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇനി ആ ന്യൂ ഷെയർസ് എന്താണ് പ്രീമിയത്തിലാണെങ്കിൽ സിമ്പിളാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് റെഡീം ചെയ്യാനുള്ളതാണ്, ഫണ്ട് പെട്ടെന്ന് വേണം. അപ്പോൾ ഫുൾ എമൗണ്ട് ആയിട്ട് നമ്മൾ എന്താ പറയുക റെഡീം ചെയ്യുന്നത്. ഇനി എന്താണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുകയാണ്, അതിൻ്റെ എൻട്രീസ് നോക്കാം. സോ പ്രിഫറൻസ് ഷെയർസ് എന്താണ് അറ്റ് പാറിനാണ് റെഡീം ചെയ്യുന്നത്. സോ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ അതിന് എന്താ പറയുക പ്രിഫറൻസ് ഷെയർസിന് എന്താ പറയുക നമ്മൾ ഡ്യൂ എൻട്രി പാസ് ചെയ്യണം, അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അതായത് എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഡെബിറ്റ് ചെയ്തിട്ട് ആ എത്രയാണോ കൊടുക്കാനുള്ള എമൗണ്ട് അത് എന്ത് ചെയ്യും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് വരും, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് വരും.
ഓക്കെ. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആയി, പിന്നെ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയി. ഇനി എന്താണ് ഇത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ എന്താണ് ഒരു സംഭവം കൂടി വരും. റിഡയബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ ഇടയിൽ എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടും കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്, ആ എമൗണ്ടും കൂടി നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഓക്കെ. സോ പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഇപ്പൊ നമ്മൾ ഡ്യൂ എൻട്രി ആണല്ലോ പാസ് ചെയ്തത്. ഇനി ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് പോകും. നമ്മൾ ബാങ്കിൽ നിന്ന് പേയ്മെന്റ് പോകും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡെബിറ്റ് ചെയ്യും. പിന്നെ എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷന്റെ അഡ്ജസ്റ്റ്മെന്റ്. അതായത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് കിടക്കുന്നുണ്ടല്ലോ. സോ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരണമല്ലോ. കാരണം എന്താണ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞു. സോ ഇതെന്താണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, നമ്മൾ പറഞ്ഞ പോലെ പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്ത് ചെയ്യണം, നമ്മൾ എന്താ പറയാ ഒരു ആസ് പെർ സെക്ഷൻ 133 കീഴിൽ വരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന എല്ലാ ഇലസ്ട്രേഷനും അങ്ങനെയാണ്. സോ അതുകൊണ്ട് എന്താണ് ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്കാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരേണ്ടത്. ഇനി സെക്ഷൻ 133 ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഈ ഒരു ഫുൾ നമ്മുടെ IC തന്നേക്കുന്ന ഒരു മെറ്റീരിയൽ ഫുള്ളി നമ്മൾ എന്താ പറയുക നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. നിങ്ങൾ എന്താ വേറെ ഓതേഴ്സിന്റെ ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ സ്കാനേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ട് കാണാം. പക്ഷെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് കാണാം. പക്ഷെ നിങ്ങൾ എന്താ പറയുക നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ബേസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ അസംഷൻ കിടക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ. സോ പ്രിഫറബിളി ഞാൻ പറയുന്നത് എപ്പോഴും എന്താണ് ജനറൽ റിസർവ് ആയിട്ട് അല്ലെങ്കിൽ P&Lലേക്ക് എന്താ പറയുക പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. ഓക്കെ. സോ ഈ എൻട്രിയാണ് എന്താ പറയുക പ്രീമിയം എമൗണ്ട് റിഡംഷന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഓരോ ഇലസ്ട്രേഷൻസ് നോക്കാം അല്ലേ. സോ ഫസ്റ്റ് ഇലസ്ട്രേഷൻ നോക്കാം. അതായത് ഹിന്ദുജ കമ്പനി ലിമിറ്റഡ് എന്താണ് 5,008% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 100 rupees ഈച്ചിന് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കമ്പനി എന്താണ് ഈ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ എന്താണ് അറ്റ് ഫേസ് വാല്യൂവിൽ എന്താ പറയുക റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ എന്താണ് നമ്മുടെ കയ്യിൽ ഫണ്ട് ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. സോ എന്താണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക ഈ എമൗണ്ട് എന്താ പറയുക റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് എത്രയാണ് 10 rupees വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനുള്ള വാല്യൂ എത്രയാണ് 5,000 into 100. കാരണം എന്താണ് പ്രിഫറൻസ് ഷെയർസും ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് ടോട്ടലി എന്താണ് റിഡീം ചെയ്യാൻ വേണ്ട വാല്യൂ എന്ന് പറയുന്നത് 5 lakh rupees ആണ്. 5,000 into 100. ഓക്കെ. സോ ഇക്വിറ്റി ഷെയർസിന്റെ പെർ ഷെയറിന്റെ വാല്യൂ എത്രയാണ് 10. അപ്പോൾ 5 lakh divided by 10 ചെയ്താൽ എന്താണ് നമുക്ക് എന്തോരം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് ഈ 5 lakh കിട്ടുമെന്ന് മനസ്സിലാവും. സോ ഏകദേശം 50,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താലാണ് എന്ത് പറയുക നമുക്ക് റിഡീം ചെയ്യാനുള്ള എമൗണ്ടിലേക്ക് എത്തിക്കുകയുള്ളൂ. സോ അതിനുള്ള ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബുക്സ് ഓഫ് ഹിന്ദുജ കമ്പനിയിൽ എന്താണ് നമ്മൾ ആദ്യം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണതായിട്ട് കാണിക്കും. കാരണം എന്താണ് നമ്മൾ ഈ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിൽ നിന്നായിരിക്കും പ്രിഫറൻസ് ഷെയർസ് പേ ഓഫ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഫണ്ട് വേണം, എന്നാലല്ലേ പേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താണ് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി എന്താണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഫേസ് വാല്യൂ തന്നെ ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh വെച്ചിട്ട് വന്നു. ഓക്കെ. ഇനി എന്താണ് ഇനി നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ആദ്യം ഡ്യൂ ആക്കണം, എന്നിട്ട് റെഡീം ചെയ്യണം. അപ്പോൾ എന്താണ് 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അത് നിങ്ങൾ ഓർക്കുക, എപ്പോഴും പ്രിഫറൻസ് ഷെയർസ് ഒക്കെ എഴുതുമ്പോൾ ഈ പെർസെൻറ്റേജ് ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആണ് 8% തന്നെ, അത് വെച്ചിട്ട് കൊടുക്കുക. കാരണം എന്താണ് പല ടൈമിൽ പല പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 8% ഉണ്ടാവും, 10% ഉണ്ടാവും. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് റേറ്റ് വെച്ചിട്ടാണ്. സോ അതുകൊണ്ടാണ് എന്ത് പറയുക റേറ്റ് വെച്ചിട്ട് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറയുന്നത്. സോ 8% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ് 5,000 into 100 5 lakh വെച്ചിട്ട് നമ്മൾ എന്താ പറയുക എൻട്രി പോസ്റ്റ് ചെയ്ത് ഇനി എന്താണ് ബാങ്കിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് പോകുന്നത്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 5 lakh ടു ബാങ്ക് അക്കൗണ്ട് 5 lakh. സിമ്പിളാണ്. ഈ ഒരു എൻട്രി കൊണ്ട് എന്താ പറയുക
ഫ്രഷ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഫേസ് വാല്യൂലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എൻട്രി വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. സോ അടുത്തായിരുന്നു നമുക്ക് ഇലസ്ട്രേഷൻ 2ലേക്ക് കടക്കാം. ഇതിലെന്താ പറയുന്നത്, സി ലിമിറ്റഡ് എന്നാണ് 10,000 റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വെച്ചിട്ട് റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇതിനെന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ആണ് എന്താ പറയുക ഇഷ്യൂ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ് 10 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 2 രൂപ പ്രീമിയത്തിൽ എന്താ പറയുക നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ എന്തോരം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. സോ ഇതിലെന്താണ് നമുക്ക് 10,000 into 100 10 lakh റുപ്പീസ് ആണ് ഫണ്ടാണ് നമുക്ക് റിഡീം ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി എന്താണ് നമ്മൾ കാര്യം ഇവിടെ എന്താണ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ് ഇക്വിറ്റി ഷെയർസ് വെച്ചിട്ട് എന്താ പറയുക റിഡംഷൻ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഒരിക്കലും ഈ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഈ ഫേസ് വാല്യൂ തന്നെയാണ് എന്താ പറയുക നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ എത്രയാണ് അപ്പോൾ 10 lakh ഡിവൈഡ് ബൈ 10 തന്നെ ചെയ്യണം. അപ്പോൾ ഏകദേശം 1 lakh ഇക്വിറ്റി ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യണം. നമുക്കപ്പോൾ 12 lakh എന്താണ് പറയുക സെയിൽ ഇഷ്യൂ ചെയ്യുന്ന വഴി കിട്ടും. പക്ഷെ അതിൽ നിന്നാണ് 10 lakh നമ്മൾ റിഡംഷന് വേണ്ടി ഉപയോഗിക്കുള്ളൂ. സോ നമുക്ക് എൻട്രീസിലേക്ക് പോവാം. സോ എന്താണ് ബാങ്ക് ഓൺ ഡെബിറ്റ് 12 lakh വരുന്നുണ്ട്. പിന്നെ എന്താണ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh ടു സെക്യൂരിറ്റീസ് പ്രീമിയം 2 lakh. നമ്മുടെ എന്താണ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തേക്കുന്നുണ്ട്. ഇനി എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് എന്താണ് ഡ്യൂ ആക്കണം. ഇപ്പോൾ 10% റിഡീം പ്രിഫറൻസ് ഷെയർസ് 10 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 10 lakh വന്നു. ഓക്കെ, പിന്നെ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് എടുത്തത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 10 lakh ടു ബാങ്ക് അക്കൗണ്ട് 10 lakh എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി ചെയ്ത് അങ്ങനെ എന്താ പറയുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ റിഡംഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, ഇവിടെയാണ് പറയുന്നത് നമ്മൾ കണ്ടപോലെ പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ന്യൂ ഇഷ്യൂ കനോട്ട് ബി യൂസ്ഡ് ടു ഫിനാൻസ് റിഡംഷൻ. കാരണം എന്താണ് ഇത് ഇഷ്യൂ ഓഫ് ഷെയർസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ തന്നെ എന്താ പറയുക ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇലസ്ട്രേഷൻ 3ലേക്ക് കിടക്കാം. 3ൽ പറയുന്നതാണ് ജി ഇന്ത്യ ലിമിറ്റഡ് എന്താ പറയുക 9,000 10% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു ഓഫ് 10 each 10 രൂപയുടെ എന്താ പറയുക ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ടായിരുന്നു. കമ്പനി എന്ത് ചെയ്തു, കമ്പനി ഡിസൈഡ് ടു റെഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ, അതായത് ഫേസ് വാല്യൂവിന് ഈ ഷെയർസ് റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചു. നമ്മുടെ എന്താ പറയുന്നത് ഇക്വിറ്റി ഷെയർസ് 9 ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 9 ഇക്വിറ്റി ഷെയർസിൻ്റെ വെച്ചിട്ട് എന്താ പറയുക ഇഷ്യൂ ചെയ്തിട്ട് ഇത് റിഡംഷൻ ചെയ്യാൻ പറയുന്നു. സോ ഇതെന്താണ് നമ്മൾ ഫസ്റ്റ് ഇലസ്ട്രേഷൻ കണ്ട പോലെയാണ്. ഇതിലെന്താണ് 9,000 ഷെയർസ് ആണ് ഇൻറ്റു 10 വെച്ചിട്ട്. അപ്പോൾ 90,000 ആണ് നമുക്ക് ഫണ്ട് വേണ്ടത്. ഒരു ഷെയറിന്റെ വാല്യൂ എത്രയാണ് 9 രൂപ. അപ്പോൾ എത്രയാണ് നമ്മൾ 10,000 ഇക്വിറ്റി ഷെയർസ് 9 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ബാങ്ക് ഓൺ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 90,000 വെച്ച് വന്നു. പിന്നെ എന്താണ് റെഡീം ചെയ്യുന്ന സമയത്ത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എത്രയാണ് 90,000 ആണ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 90,000 എഴുതി. എന്നിട്ട് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 90,000 വെച്ചിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തി അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി പറയുന്നത് എന്താണ് നമ്മൾ മിനിമം ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി ഒരു 4 steps ആണ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് ഇത് നമ്മൾ മെയിൻലി നമ്മൾ നോക്കുന്നത് എന്താണ്, അതായത് ഇപ്പൊ റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ എന്തോരം എന്താ പറയുക ബാലൻസ് ഷീറ്റ് പ്രകാരം എന്താ പറയുക ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ എന്താണ് ആദ്യം എന്താണ് മാക്സിമം എമൗണ്ട് ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ് അവൈലബിൾ ഫോർ റിഡംഷൻ ഈസ് അസർട്ടൈൻ ടേക്കിംഗ് അക്കൗണ്ട് ദ ബാലൻസ് അപ്പയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, അതായത് നമ്മുടെ എന്താ പറയുക ചില പ്രോബ്ലത്തിലേക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്താണ് റിഡംഷന് വേണ്ടി എന്താണ് റിസർവ് ആൻഡ് സർപ്ലസ് ഇത്ര ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്താ പറയുക ചില അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഉപയോഗിക്കാൻ പറ്റുന്ന റിസർവ് ആൻഡ് സർപ്ലസ് എത്ര ഉണ്ടാകുന്ന നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യണം നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുക ആഫ്റ്റർ അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് റിസർവ്, അതായത് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നുള്ളൂ. അതായത് നമ്മൾ എന്താണ് മാക്സിമം റിസർവ് ആൻഡ് സർപ്ലസ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് കണ്ടിട്ട് എന്താ പറയുക നമുക്ക് ഫ്രഷ് ഇഷ്യൂവിന്റെ മിനിമം പ്രൊസീഡ് എന്ന് പറയുന്ന വേറൊന്നല്ല റെഡീം ചെയ്യാനുള്ള പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ വാല്യൂ മൈനസ് എമൗണ്ട് ഓഫ് റിസർവ് ആൻഡ് സർപ്ലസ് അവൈലബിൾ ഫോർ റിഡംഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് അവൈലബിൾ ആയ റിസർവ് ആൻഡ് സർപ്ലസ് എന്താ പറയുക നമുക്ക് റെഡീം ചെയ്യാനുള്ള എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോൾ അതായിരിക്കും എന്താ പറയുക ഫ്രഷ് ഇഷ്യൂ ചെയ്യാനുള്ള എന്താ പറയുക മിനിമം പ്രൊസീഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ എന്താണ് എത്ര നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ്. അതായത് നമ്മൾ എന്താ പറയുക സെക്ഷൻ 55 കംപ്ലൈ ചെയ്തിട്ട് മിനിമം പ്രൊസീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. അത് ഡിവൈഡ് ബൈ ഫേസ് വാല്യൂ 1 ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്താ പറയുക നമ്മൾ
മിനിമം ഫ്രഷ് ഇഷ്യൂ ഷെയർസ് കണ്ടുപിടിക്കണേ എന്നുള്ളത്. ഓക്കെ, ഇതെന്താണ് കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി മെത്തേഡ്, അതായത് ഫ്രഷ് ഇഷ്യൂവും റിസർവ് സർപ്ലസും വെച്ചിട്ട് റിഡംഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ മെയിൻലി ഫോളോ ചെയ്യേണ്ടത്. സോ ഇനി എന്താണ് നമ്മുടെ ഇലസ്ട്രേഷൻ ഫോളോ നോക്കുക. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, ഡിസൈഡ് ഇഷ്യൂ മിനിമം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹9 എന്താ പറയുക മിനിമം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് 5 lakhന്റെ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റെഡീം ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് അവൈലബിൾ എത്രയാണ് 3 lakh എന്ന് പറയുന്നുണ്ട്. സോ 3 lakh വെച്ചിട്ട് നമ്മുടെ അടുത്ത് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുന്നത് കമ്പനി ഡിസൈഡ് ഇഷ്യൂ ഷെയർസ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ₹50 ഉള്ളി 50യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ₹50യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇവർ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും എത്രയാണ് മിനിമം നമ്പർ ഓഫ് ഷെയർസ് എന്നാണ്. സോ നമുക്ക് നോക്കാം 5 lakhന്റെ ആണ് എന്താ പറയുക. പിന്നെ മാക്സിമം പോസിബിൾ എന്താണ് പ്രോഫിറ്റ് നമുക്ക് എന്താ റെഡീം ചെയ്യാനുള്ള പ്രോഫിറ്റ് 3 lakh ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഫ്രഷ് ഇഷ്യൂ വഴി എത്രയാണ് ഇനി ഫണ്ട് കണ്ടെത്തേണ്ടത് 2 lakh വഴിയാണ്. സോ എങ്ങനെയാണ് പ്രൊസീഡ്, ഒരു ഷെയറിന് എത്രയാണ് 9 രൂപയാണ്. അപ്പോൾ മിനിമം എത്രയാണ് 2 lakh ആണ്. 2 lakh ഡിവൈഡ് ബൈ 22,222.22 ഷെയർസ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് ഷെയർസ് ഒരിക്കലും എന്താണ് പാർട്ടായിട്ട് വിൽക്കാൻ പറ്റില്ല, അതായത് പോയിന്റ് ഫ്രാക്ഷൻ ആയിട്ട് വിൽക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്താണ് ഇത് അപ്പർ ലിമിറ്റിലേക്കാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. സോ എപ്പോഴും എന്താണ് 22,222 എന്ന് പറയുമ്പോൾ എത്രയാണ് 22,223 ഒരു ഷെയർ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മളെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ് 50യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ 222 ആണെങ്കിൽ എന്താ പറയുക ഇത് നമ്മൾ അപ്പർ 50ലേക്ക് ആക്കണം, ഈ റൗണ്ട് ഓഫ് 50 എന്നുള്ള രീതിയിൽ. അപ്പോൾ എത്ര വരും വരുന്നില്ല, ഇതിന്റെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് എന്ന് പറയുന്നത് 22,250. ഓക്കെ, 222 നമ്മൾ എന്താ പറയുക 250 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്തതെന്ന് മാത്രം. പിന്നെ എന്താണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് പ്രീമിയം, അതുപോലെ മിനിമം ഫ്രഷ് ഇഷ്യൂ എത്രയാണെന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് ഇലസ്ട്രേഷൻ 5 നോക്കാം. ഇലസ്ട്രേഷൻ 5 എന്താ പറയുന്നത് എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു താഴെ പറഞ്ഞ കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതെന്താണ് ഷെയർ ഹോൾഡേഴ്സ് 2,90,000 വന്നിട്ടുണ്ട്, റിസർവ് സർപ്ലസ് 48,000 ഉണ്ട്, ട്രേഡ് പേബിൾ 56,500 ഉണ്ട്, പ്രോപ്പർട്ടി ആൻഡ് പ്ലാൻ എക്യുപ്മെന്റ് 3,45,000 ഉണ്ട്, നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് 88,500 ഉണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 31,000 ഉണ്ട്. എന്താണ് ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന്റെ സ്പ്ലിറ്റ് ആണ് വന്നേക്കുന്നത്. അതായത് എന്താണ് ഇക്വിറ്റി ഷെയർ എത്രയാണ് 2,25,000 ഉണ്ട്, പിന്നെ 100 ഈച്ച് 100 വെച്ചിട്ട് എന്താ പറയുക അപ്പോൾ ഏകദേശം എന്താണ് 22,250 ആണെന്ന് പറയുക ഇക്വിറ്റി ഷെയർസിന്റെ നമ്പേഴ്സ് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് എത്ര ഉണ്ട് 65,000 ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ റിസർവ് സർപ്ലസിൽ എന്താണ് പി ആൻഡ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അതായത് എന്താ പറയുക ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ് നമ്മുടെ റിഡംഷൻ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ എന്താണ് പ്രീമിയത്തിലാണ് ചെയ്യേണ്ടത്, 10% പ്രീമിയത്തിലാണ്. അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ കമ്പനി എന്തൊക്കെയാണ് ചെയ്തത്, നമ്മുടെ കയ്യിൽ എന്താ പറയുക നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ 18,500 അതെന്ത് ചെയ്തു ഒരു 15,000 വിറ്റു. ഓക്കെ, പിന്നെന്താണ് പറയുക നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബാലൻസ് അതായത് ക്യാഷ് ഫണ്ട് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ എന്താണ് അതിൽ 12,000 ബാങ്ക് ബാലൻസ് എന്താ പറയുക മാൻഡേറ്ററി ആയിട്ട് വേണം. അപ്പോൾ 31,000 എത്രയാണ് മൈനസ് 12,000 19,000 നമുക്ക് എന്താ പറയുക ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ പറയുന്നത് എന്താണ് ഇക്വിറ്റി ഷെയർസ് ബാക്കി എന്താണ് 50 rupees ഈച്ച് വെച്ചിട്ട് ഇക്വിറ്റി ഷെയർസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ എന്താണ് നമ്മുടെ അടുത്ത് ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം വർക്കിംഗ് നോട്ടിലേക്ക് ഇറക്കാം. നമുക്ക് എങ്ങനെയാണ് എന്തോരം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്താ പറയുക ഇഷ്യൂ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എന്താണ് എമൗണ്ട് പേബിൾ ഓൺ റിഡംഷൻ്റെ സമയത്ത് നമുക്ക് എന്തോരം പേ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തോരം ഫണ്ട് വേണം, അതായത് 65,000 ആണ് എന്താ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡീം ചെയ്യുന്നത്. പിന്നെ എന്താണ് അത് 10% പ്രീമിയത്തിലാണ്. അപ്പോൾ എത്രയാണ് 71,500 rupees നമ്മുടെ കയ്യിൽ വേണം, എന്നാലാണ് റിഡംഷൻ നടക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് 15,000 നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 56,500 നമ്മുടെ കയ്യിലെത്തി. പിന്നെന്താണ് ബാങ്ക് ബാലൻസ് എത്രയാണ് നമുക്ക് വേണ്ടത് 31,000 12,000 മിനിമം നമ്മൾ ബാങ്കിൽ വേണമെന്നുള്ളത്, അപ്പോൾ 90,000 അത് അവൈലബിൾ ആണ്. സോ അതും കുറച്ചു. സോ ഫ്രഷ് ഇഷ്യൂ നമുക്ക് എത്രയാണ് 37,500 ആണ് കിട്ടേണ്ടത്. അത് എത്രയാണ് 50 rupees നമുക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ എത്രയാണ് 750 ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. വേറെ നല്ല 37,500 ഡിവൈഡ് ബൈ 50 750 ഷെയർസ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ജേർണൽ എൻട്രീസിലേക്ക് കടക്കാം. ജേർണൽ എൻട്രീസിൽ വരുമ്പോൾ എങ്ങനെയാണ് ആദ്യം എന്താണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു എത്രയാണ് 37,500 ഇക്വിറ്റി ഷെയർസ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താ പറയുക 37,500 നമ്മൾ ആദ്യത്തെ എൻട്രി എഴുതി പാസ് ചെയ്തു. ഇനി എന്താണ് ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടി.
അതെന്താണ് അത് 37,500 നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ചെയ്ത് അങ്ങനെയാണ് എന്താ പറയുക നമ്മുടെ ഷെയർസിൻ്റെ ഇഷ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, നമ്മളെന്താണ് ഈ ഒരു ഇത് നമ്മളെന്താണ് ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്തതായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളെന്താണ് മുമ്പത്തെ ഇലസ്ട്രേഷനിൽ മുമ്പത്തെ ചാപ്റ്റേഴ്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടേക്കുന്ന ആ ഒരു മെത്തേഡാണ് ഈ ഒരു ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്കാണെങ്കിൽ എന്താണ് ബാങ്ക് ഓൺ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നേരെ കൊടുക്കാം, നോ ഇഷ്യൂസ്. സോ എന്താണ് ഇനി പറയുന്നത് എന്താണ്, അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താ പറയുക നമ്മൾ ഡ്യൂ ആക്കണമല്ലോ, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കണം പേ ചെയ്യാനായിട്ട്. സോ അതിൻ്റെ എൻട്രിയാണ് അടുത്ത് പറയുന്നത്. അതെന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 65,000. പിന്നെ എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താ പറയുക 6,500. അതെന്താണ് 10% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എത്രയാണ് 71,500. ഓക്കെ, പിന്നെ എന്താണ് ഇനി ഈ ഫണ്ട് കണ്ടെത്താനായിട്ട് നമുക്ക് ഓൾറെഡി 37,500 എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തായിട്ടുണ്ട്. പിന്നെന്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിറ്റല്ലേ, അതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ് 18,500. പക്ഷെ എന്താണ് നമുക്ക് എത്രയാണ് 15,000 വിറ്റത്. സോ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് വന്നു 3,500 ലോസ് വന്നു. സോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താ പറയുക ലോസ് ആയിട്ട് കാണിച്ചു. ഇനി നമ്മൾ പറയുന്നുണ്ട്, അതായത് എന്താണ് നമ്മൾ എന്താണ് ഈ ഫ്രഷ് ഇഷ്യൂ വഴി അല്ലാതെ എന്താ പറയുക നമ്മുടെ വേറെ എന്താ പറയുക പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുക റിസർവ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റിഡംഷൻ നടത്തുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ നോമിനൽ വാല്യൂൻ്റെ എമൗണ്ട് എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം എന്ന് നമ്മൾ കണ്ടായിരുന്നു. സോ അതിനുള്ള എൻട്രിയാണ് അടുത്ത് പറയുന്നത്. അതായത് എന്താണ് 65,000 എത്രയാണ് 37,500 ആണ് നമ്മൾ എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് വഴി ചെയ്തിട്ട് നമ്മൾ റെഡീം ചെയ്തത്. അപ്പോൾ ബാക്കി എത്രയാണ് 27,500. അതായത് നോമിനൽ വാല്യൂ മൈനസ് എന്നാണ് ഇഷ്യൂ ചെയ്തതിൻ്റെ നോമിനൽ വാല്യൂ. അപ്പോൾ എന്താണ് 27,500 എന്ത് ചെയ്യണം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് P&L നിന്ന് മാറ്റണം. ഓക്കെ, സോ P&L എത്രയാണ് നമുക്ക് അറിയാം 48,000 ഉണ്ട്. സോ നമുക്കത് എന്താണ് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താണ് 27,500 വെച്ചിട്ട് ക്യാപിറ്റൽ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് P&L ഡെബിറ്റ് ചെയ്യുന്നു 27,500 ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 27,500. അപ്പോൾ എന്താണ് P&L 27,500 കുറയും. എന്നിട്ട് എന്താണ് ഒരു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് പുതിയ റിസർവ് സർപ്ലസിൽ 27,500 വരും. അത്രയും ആ ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷെ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എന്താണ് CRR എന്താണ് നമുക്ക് എന്താണ് ബോണസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു. ഇനി എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തുകയാണ്. എന്താണ് 71,500 എത്രയാണ് ബാങ്കിൽ 71,500 വെച്ചിട്ട് നമ്മൾ പേ ചെയ്തു. ഓക്കെ, സോ ബാക്കി എത്രയാണ് P&L നമ്മുടെ എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്താണ് നമുക്ക് P&L നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. സോ പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്താണ് P&Lലേക്ക് 6,500 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് പറയുക നമ്മൾ എന്താ പറയുക നമ്മുടെ റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്താ പറയുക നമ്മൾ P&Lലേക്ക് റിഡംഷൻ, അതായത് എന്താണ് ഇത് ഈ 27,500 എന്ന് പറഞ്ഞാൽ സംഭവം വേറെ ഒന്നുമല്ല. അതിന് വേറൊരു രീതിയിൽ ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്ത് തരാം. ഇത് നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടിയെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്താണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ വഴി ഇവിടെ എത്രയാണ് 37,500 ആണ് കിട്ടിയത്. അപ്പോൾ ബാക്കി എന്താണ് നമ്മൾ ഈ സെയിൽ പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 15,000 ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ബാങ്ക് ബാലൻസ് എത്രയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് 19,000. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് 15,000 പ്ലസ് 19,000 34,000 ആണ് എന്ത് പറയുക ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഈ എമൗണ്ട് ആണ് എന്ത് പറയുക പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്ട് ബാക്കി നമ്മൾ എന്താണ് ബാക്കി ഫണ്ടുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ആക്ച്വലി ഈ ഫണ്ട് എന്താണ് വേറൊരാൾക്കും കൂടി, അതായത് ക്രെഡിറ്റേഴ്സിനും കൂടി എന്താ പറയുക അവൈലബിൾ ആവേണ്ട ഫണ്ടല്ലേ. അതായത് ക്രെഡിറ്റേഴ്സിന്റെ റീപേയ്മെന്റിനും കൂടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫണ്ടായിരുന്നു ഈ 34,000. പക്ഷെ എന്താണ് ഇത് നമ്മൾ എന്ത് ചെയ്തു ഷെയർ ഹോൾഡേഴ്സിന് എന്താ പറയുക അവരുടെ ഷെയർസ് തിരിച്ചു വാങ്ങാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് ഈ 34,000 എന്താണ് ക്രെഡിറ്റേഴ്സിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സോ ഈ 34,000 സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റേണ്ടി വന്നു. ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റിയപ്പോൾ എന്താണ് 34,000 മൊത്തം നമ്മൾ CRലേക്ക് മാറ്റില്ല. ഇതിലൊരു 6,500 എന്താണ് പ്രീമിയം ആണ്. അതെന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു P&Lലേക്ക് നമ്മൾ എന്താ പറയുക നേരെ അഡ്ജസ്റ്റ് ചെയ്തു 6,500 നേരെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി വരുന്ന എത്രയാണ് 34,000 മൈനസ് 6,500.
ഓക്കെ. അപ്പോൾ 27,500 ആണ് എന്താ പറയുക ബാക്കി വരുന്നത്. ഈ എമൗണ്ട് എന്ത് ചെയ്തു? ഈ എമൗണ്ട് അല്ലേ നമുക്ക് എന്താ പറയുക ക്യാപിറ്റലിൽ നിന്ന് എന്താ പറയുക നമ്മുടെ എന്താണ് ഈ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റിയിൽ നിന്ന് ശരിക്കും നഷ്ടപ്പെട്ടേക്കുന്നത് 27,500 ആണ്. സോ ഇതെന്താണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇതിന് വേണ്ടിയാണ് എന്താ പറയുക ഈ എമൗണ്ട് CRRലേക്ക് മാറ്റിയേക്കുന്നത്. ഓക്കെ. ഇത് ഞാൻ എന്താണ് വേറൊരു പോയിന്റ് ഓഫ് ആംഗിളിൽ CRR ക്രിയേറ്റ് ചെയ്യണതിന് ഞാൻ ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ. എന്താണ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എന്താണ് ഓർത്തിരിക്കുക. അതായത് ഇത് എന്താണ് ക്രെഡിറ്റേഴ്സിന് അവൈലബിൾ ആവേണ്ട ഫണ്ടാണ് ഈ എന്താ പറയുക ബാങ്കിൽ നിന്നും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പേ ചെയ്തും എന്താ പറയുക കമ്പനി റിഡംഷന് വേണ്ടി ഉപയോഗിച്ച്. സോ ഇതെന്താണ് ഇത് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് സേഫ്റ്റി ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഈ സെയിം എമൗണ്ട് എന്ത് ചെയ്തു P&L അതായത് ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആവേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് CRR അക്കൗണ്ടിലേക്ക് മാറ്റി. അതായത് ആ എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പോൾ എന്താണ് ഔട്ട്സൈഡേഴ്സിന് ഒരു സേഫ്റ്റി വന്നു. കാരണം എന്താണ് ആ ഷെയർസ് അതായത് അതിശയം പോണത് ബോണസ് ഷെയർസ് ആയിട്ടാണ്. സോ ആ ഷെയർസ് വിറ്റിട്ടുള്ള എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് എടുക്കാമെന്നുള്ള രീതിയിൽ ലോജിക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. ഓക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ലോജിക്കലും നിങ്ങൾക്ക് എന്താണ് തിങ്ക് ചെയ്യാം CRRന്റെ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കലും നിങ്ങൾക്ക് ചെയ്യാം. സംഭവം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്താണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അതായത് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷൻ എങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടബിൾ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് വഴി എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക റിഡംഷൻ നടത്തുക എന്നുള്ളതാണ് ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അതായത് രണ്ടാമത്തെ മെത്തേഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ബൈ ക്യാപിറ്റലൈസേഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അതായത് ഡിവിസിബിൾ പ്രോഫിറ്റ് അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട് ക്യാപിറ്റലൈസേഷൻ എങ്ങനെ നടത്തുക എന്നുള്ളത്. ഈ മെത്തേഡിലാണ് എന്ത് പറയുക നോമിനൽ വാല്യൂ നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നതിൻ്റെ ഷെയർസിൻ്റെ നമ്മൾ നോമിനൽ വാല്യൂ എന്ത് ചെയ്യുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുന്നത്. ഓക്കെ. പ്രോഫിറ്റ് ഓർ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ക്യാൻ ബി അതർവൈസ് ലീഗലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റിനെയാണ് എന്ന് പറയുക ഡിവിസിബിൾ ഓർ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എന്ന് പറയുക. പിന്നെ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് വെച്ചിട്ട് എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്താണ് നമുക്ക് ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് അഡ്വാൻറ്റേജസ് ഇങ്ങനെ അൺഡിസ്ട്രിബ്യൂട്ടബിൾ ഡിവിസിബിൾ പ്രോഫിറ്റ് വഴി റിഡംഷൻ നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നെന്താണ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗ്. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡിംഗിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ് പ്രോഫിറ്റിന്റെ ബേസിലാണ് എന്താ പറയുക നമ്മൾ റിഡംഷൻ നടത്തുന്നത്. പിന്നെ എന്താണ് സർപ്ലസ് ഫണ്ട് അതായത് കുറേ പ്രോഫിറ്റുകളുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അത് വേറെ ഒന്നല്ല എന്താണ് നമ്മുടെ ലിക്വിഡിറ്റി അതുപോലെ അസറ്റിൻ്റെ എന്താ പറയുക റിഡക്ഷൻ ഇൻ ലിക്വിഡിറ്റി ഓർ അസറ്റും ലിക്വിഡിറ്റീനെ എന്താ പറയുക അതിനെ അഫക്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഇത്. കാരണം എന്താണ് പ്രോഫിറ്റ് ആണ് മാറ്റണമെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക ബാങ്കിൽ കൂടിയാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടി വരും. സോ ലിക്വിഡിറ്റീനെ നോർമലി അഫക്റ്റ് ചെയ്യും. പക്ഷേ ഇഷ്യൂ ഓഫ് ഷെയർസ് വഴി ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് തന്നെ എന്താണ് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് എന്ത് പറയുക റിഡംഷന് വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ ഈ കേസിൽ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റോ അസറ്റോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ നമുക്ക് എന്ത് പറയുക റിഡംഷന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. സോ ഇതിന്റെ എൻട്രീസ് ആണ് പറയുന്നത്. ആദ്യം എന്താണ് നമ്മൾ നോമിനൽ എമൗണ്ട് അതായത് നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്താണ് നമ്മൾ റിഡീം ചെയ്യുന്ന ഷെയർസിന്റെ നോമിനൽ എമൗണ്ട് എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റാം. സോ എങ്ങനെയാണ് ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ എനി അതർ ഡിവിസിബിൾ പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താ എൻട്രി പാസ് ചെയ്യുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇലസ്ട്രേഷനിൽ ഈ സെയിം കണ്ടതാണ്, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെന്താണ് ഷെയർസ് ആർ റിഡീംഡ് അറ്റ് പാർ. അതായത് എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി മുമ്പ് കണ്ട പോലത്തെ സെയിം എൻട്രി തന്നെയാണ്. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻട്രി പാസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ആ പ്രിഫറൻസ് ഷെയർസ് എന്താ റിഡീം ചെയ്യാനുള്ള ഇതിലേക്ക് എന്താ പറയുക ഡ്യൂ എൻട്രി ആയിട്ട് പാസ് ചെയ്യും. ഇനി പ്രീമിയത്തിലാണെങ്കിൽ ഈ എൻട്രി തന്നെ സെയിം തന്നെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഇഷ്യൂ ഓഫ് ഷെയർസ് വഴി റിഡീം ചെയ്യുമ്പോൾ ഉള്ള സെയിം എൻട്രീസ് ഒക്കെ തന്നെയാണ്. ആകെ വരുന്ന ഒരു അഡീഷണൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു എൻട്രിയും പിന്നെന്താണ് നമ്മുടെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്.
ബാക്കി നമ്മളെന്താണ് നമ്മുടെ പേയ്മെന്റ് നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് എൻട്രിയും പിന്നെ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് പ്രീമിയം റിഡംഷൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രി. ഇതൊക്കെ എന്താണ് നമ്മൾ നേരത്തെ കണ്ടേക്കുന്ന സെയിം എൻട്രീസ് തന്നെയാണ്. ആകെ ഡിഫറൻസ് വരുന്നത് മറ്റേതിൽ എന്താണ് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രി ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഷെയർ ആ ഒരു എൻട്രി ഉണ്ട്. അതിന് പകരം നമ്മൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്യുമുലേറ്റർ ആയിട്ടുള്ള എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് വെച്ചിട്ടാണ് റിഡംഷൻ നടത്തുന്നത്. അപ്പം എന്താണ് ഈ ജനറൽ റിസർവ് അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നു. സോ നമുക്ക് ഇലസ്ട്രേഷൻ 6 നോക്കാം. ഓക്കെ, ABC ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്റ്റുകളാണ് ഇവിടെ തന്നേക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 4 lakh rupees. പിന്നെ എന്താണ് 10% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, വാല്യൂ വരുന്നത് 1 lakh. നമ്മുടെ അടുത്ത് റിസർവ് സർപ്ലസ് എത്രയുണ്ട്? ക്യാപിറ്റൽ റിസർവ് 5 lakh ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 ഉണ്ട്, ജനറൽ റിസർവ് 75,000 ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 35,000 ഉണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, 1st January ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ, അതായത് ഫേസ് വാല്യൂ തന്നെ റെഡീം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ജേർണൽ എൻട്രീസ് ആണ്. സോ ആദ്യം എന്താണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ആക്കണം. സോ 10% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1 lakh വെച്ചിട്ട് നമ്മൾ ഡ്യൂ ചെയ്തു. പിന്നെ എന്താണ് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh നമ്മുടെ അസ്യൂം ചെയ്യുകയാണ്. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും എത്ര ബാലൻസ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ അസ്യൂമാണ് ബാങ്കിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ആ പേയ്മെന്റിന്റെ എൻട്രി പാസ് ചെയ്യുകയാണ്. ഇനി എന്താണ് നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്താണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 75,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000 ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 1 lakh. ഇങ്ങനെ ഒരു പാസ് ചെയ്തിട്ട് എന്താണ് നോമിനൽ വാല്യൂ, അതായത് ഈ ഒരു നോമിനൽ വാല്യൂ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഒരു ഇത് കൊടുക്കുക, അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് എന്താണ് അത് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അല്ല. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാപിറ്റൽ റിസർവ് ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് ക്യാപിറ്റൽ റിഡംഷനിലേക്ക് റിസർവിലേക്ക് മാറ്റാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു നോട്ടും കൂടി എന്താണ് നിങ്ങളുടെ ആൻസറിന്റെ പാർട്ടായിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവരെന്താ പറയുക സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ ക്യാപിറ്റൽ റിസർവിന്റെ എമൗണ്ട്സ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു എമൗണ്ട് കൊടുത്താൽ ഡെഫിനറ്റ്ലി ആ ഒരു നോട്ട് കൊടുത്തേക്കണം, എന്നാലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് അവർ അലോട്ട് ചെയ്യുകയുള്ളൂ. പിന്നെ പറയുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണ്ട 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഫ്രഷ് ഇഷ്യൂ ഷെയർസും പിന്നെ എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് വഴിയുള്ള ക്യാപിറ്റലൈസേഷനും. സോ ഈ 2 മെത്തേഡ് എന്താണ് കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക പ്രോബ്ലംസ് സോൾവ് ചെയ്യണേന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നോർമലി തന്നേക്കുന്ന കേൾക്കുക, അതായത് നമ്മുടെ അടുത്ത് എന്താ പറയുക റിസർവ്സിന്റെ ഒക്കെ ഒരു എമൗണ്ട് ആണെന്നുണ്ടാവും. പക്ഷെ അതെന്തായിരിക്കും, അത് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനുള്ളത് സഫീഷ്യന്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കാം, നമ്മുടെ അടുത്ത് പറയാം നമുക്ക് ആവശ്യത്തിന് അത്ര എന്താ പറയുക ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു ക്ലോസും കൂടി പ്രോബ്ലത്തിൽ തരും. സോ ആ ന്യൂ എന്തോരം ഷെയർസ് നമുക്ക് അഡീഷണൽ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. കാരണം എന്താണ്, നമ്മൾ റെഡീം ചെയ്യാനുള്ള ഷെയർസിന്റെ എന്താണ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ റിഡംഷന് അവൈലബിൾ ആയുള്ള ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് കുറയ്ക്കുക, ലെസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് ആയിരിക്കും എന്ത് പറയുക, നമുക്ക് എന്താ പറയുക നമുക്ക് എന്താ പറയുക പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ട മീൻസ് എന്തോരം നമുക്ക് എന്താ പറയുക ന്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്യേണ്ട ഷെയർസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ഫോർമുല പിന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് എന്തോരാണ് നമ്മുടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ട എന്തോരം എമൗണ്ട് ആണ് എന്ന് ഉള്ള കണ്ടുപിടിക്കാനും കൂടിയാണ്. ചിലപ്പോൾ ഇനി വേറൊരു സിനാരിയോ ആണ് പറയുന്നത്, അതായത് എന്താ പറയുക ഫേസ് വാല്യൂ, അതായത് നമുക്ക് എന്തോരം ഷെയർസ് ഇഷ്യൂ ചെയ്യാം എന്നുള്ളത്, ബാക്കിയുള്ളത് എന്താണ് നമ്മുടെ അടുത്ത് റിസർവ്സിൽ നിന്ന് എടുക്കാനായിരിക്കും പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ ഷെയർസ് എന്തോരം റെഡീം ചെയ്യണം എന്നുള്ളത് നോക്കാം. പിന്നെ എന്താണ് ന്യൂ ഷെയർസിൽ നിന്നുള്ള പ്രൊസീഡ്സ് നോക്കാം. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അതായിരിക്കും എന്താ പറയുക ന്യൂ അപ്പൊ അതിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, അതായിരിക്കും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇലസ്ട്രേഷൻ 7 ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതായത് സി ലിമിറ്റഡിന് 3,000 12% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 100 ഈച്ച് ഉണ്ട്. കമ്പനിക്ക് എന്താണ് ഈ ഷെയർസ് എന്താണ് 10% പ്രീമിയത്തിന് ഇത് റെഡീം ചെയ്യണം. അതിനുവേണ്ടി എന്താണ് കമ്പനി ഡിസൈഡ് ചെയ്തേക്കുന്നത് എന്താണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസ് 25,000 ഓഫ് റുപ്പീസ് 10 ഈച്ച് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യാമെന്നും പിന്നെ എന്താണ് 14% ഡിബെഞ്ചേഴ്സ്
നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓർക്കുക 14% ഡിബഞ്ചേഴ്സ് വെച്ചിട്ട് ഡിബഞ്ചറിന്റെ ഇഷ്യൂ വഴി നമുക്ക് എന്താണ് പ്രൊസീഡ് റെഡീം ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ എന്താണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ദിസ് വാസ് ഫുള്ളി സബ്സ്ക്രൈബ് ആൻഡ് ഓൾ അമൗണ്ട്സ് റിസീവ് ചെയ്തിട്ടുണ്ട്. ദ പേയ്മെന്റ് വാസ് ഡ്യൂലി മെയ്ഡ് ആൻഡ് ദ കമ്പനി ഹാസ് സഫിഷ്യൻ പ്രോഫിറ്റ്. അത് ഇൻ കേസ് എന്താണ് ഇത് വെച്ചിട്ട് ഈ ഇഷ്യൂ നടത്തിയിട്ട് സഫിഷ്യന്റ് എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ബാക്കിയുള്ളത് പ്രോഫിറ്റ് ചെയ്യുന്ന എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ജേർണൽ എൻട്രീസ് ആണ് പറയുന്നത്. സോ അത് നമ്മൾ വർക്കിംഗ് നോട്ട്സ് എടുക്കാം. വർക്കിംഗ് നോട്ട്സിൽ എന്തോരം എമൗണ്ട് ആണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടതെന്ന് നോക്കാം. അതായത് നമ്മൾ റെഡീം ചെയ്യാനുള്ളത് ഏകദേശം 3 lakh റുപ്പീസിന്റെ വരുന്ന വാല്യൂ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് 3 lakh ആണ്. അതാണ് അതിന്റെ ഫേസ് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഫേസ് വാല്യൂ ആണ് നോക്കുന്നത്. സോ ഫേസ് വാല്യൂ 3 lakh ആണ്. എന്താണ് പ്രൊസീഡ്, അതായത് ന്യൂ ഇഷ്യൂ വഴി എത്രയാണ് നമുക്ക് കിട്ടുന്ന ഫേസ് വാല്യൂ, അതായത് 25,000 എന്നാണ് പറഞ്ഞത്. ഫേസ് വാല്യൂ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇക്വിറ്റി ഷെയർസിന്റെ ഫേസ് വാല്യൂ എത്രയാണ് വരുന്നത്? 2,50,000 ആണ്. അപ്പൊ ബാക്കി എന്താണ് 50,000 എന്താ പറയുക ടോട്ടൽ ബാലൻസ് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതായിരിക്കും എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, എപ്പോഴും ഓർക്കുക ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റേണ്ടത് നമ്മൾ എന്താണ് ഫ്രഷ് ഇഷ്യൂ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്താണ് P&L നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടിൽ നിന്ന് എടുക്കുന്നതിന്റെ ഫേസ് വാല്യൂ നോമിനൽ വാല്യൂ ആയിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എന്താണ് നമ്മൾ എന്താണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാങ്കിലേക്ക് എന്ത് വന്നു? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,50,000 വെച്ച് വന്നു. പിന്നെ എന്താണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബാങ്കിലേക്ക് പിന്നെ എമൗണ്ട് വന്നു 1 lakh വെച്ചിട്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തായിട്ട് വന്നു. പിന്നെന്താണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എന്താണ് മാറ്റേണ്ടത്? 50,000. കാരണം എന്താണ് ഫേസ് വാല്യൂ നമ്മൾ എന്താ പറയുക പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താണ് പ്രീമിയം എമൗണ്ട് എന്താണ് അത് നമ്മുടെ P&Lലേക്ക് നേരെ റിഡംഷന്റെ സമയത്തുള്ള പ്രീമിയം എമൗണ്ട് നേരെ P&Lലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫേസ് വാല്യൂവിലുള്ള ബാക്കി വാല്യൂ, അതായത് നമ്മൾ ഇക്വിറ്റി ഷെയർസ് വഴി ഇഷ്യൂ ചെയ്തിട്ട് ഉള്ള ആ ഒരു എമൗണ്ട് നമ്മൾ റിഡീം ചെയ്യാനുള്ളതിന്റെ ഫേസ് വാല്യൂ മൈനസ് എന്താണ് ന്യൂ ഇക്വിറ്റി ഷെയർസ് വഴി ഇഷ്യൂ ചെയ്യുന്നതിന്റെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാക്കി എമൗണ്ട് ആണ് എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷനിലേക്ക് പോകേണ്ടത്. സോ P&L അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു ക്യാപിറ്റൽ റിഡംഷൻ 50,000 വന്നു. ഇനി എന്താണ് ഈ റിഡംഷൻ നടത്തണമല്ലോ അതിന്റെ ഡ്യൂ എൻട്രി പാസ് ചെയ്യണം. അപ്പൊ എന്താണ് 12% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 3 lakh. പിന്നെ എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ എത്രയാണ്? 3 lakhന്റെ 10% 30,000. പിന്നെ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 3,30,000 അവർക്ക് കിട്ടണം. ഇവർക്ക് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. ഓക്കെ, കാരണം എന്താണ് നമുക്ക് ഓൾറെഡി 2,50,000 എന്നാണ് വന്നു. പിന്നെ എന്താണ് ഒരു 1 lakh ബാങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ട് വന്നെങ്കിൽ എന്താണ് നമ്മൾ P&L നിന്ന് എടുത്ത പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 3,30,000 വെച്ചിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി എന്താണ് നമ്മൾ ആ പ്രീമിയം എമൗണ്ട് റിഡംഷൻ മാറ്റണമല്ലോ, അതെന്താണ് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആ 30,000 വെച്ചിട്ട് കൊടുക്കുക. ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് 30,000. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിന്റെ എൻട്രീസ് വരുന്നത്. ഇനി എന്താണ് നമുക്ക് ഇലസ്ട്രേഷൻ 8 ഒന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അതായത് 20,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പിന് എടുത്തു. പിന്നെന്താണ് 1,000 റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 100 rupeesന് എന്താ പറയുക ഫുള്ളി പെയ്ഡ് അപ്പ് ആയി. പിന്നെന്താണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് റിസർവ് ആൻഡ് പ്രോഫിറ്റ് എത്രയാണ്? ജനറൽ റിസർവ് 80,000 ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് 20,000 ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ് അതിലെന്താണ് 5,000 എന്നാണ് നോട്ട് ഫ്രീ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവിഡൻഡ്. അപ്പൊ ഈ 5,000 rupees നമുക്ക് എന്താണ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താണ് അതായത് അങ്ങനെയല്ല, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവിൽ 10,000 ഉണ്ട് ബാലൻസ്. പക്ഷെ എന്താണ് 5,000 എന്താ പറയുക ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അലൗഡ് അല്ല. അവിടെ ആക്ച്വലി ഈ 5 ഇങ്ങനെ വേണം വരാൻ. ഓക്കെ, ബ്രാക്കറ്റ്. പിന്നെന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം 2,000 ഉണ്ട്. പിന്നെന്താണ് അതെന്താണ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 98,000 വന്നിട്ടുണ്ട്. പിന്നെ എന്താ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യേണ്ടത് 10% പ്രീമിയം ആണ്. പിന്നെ എന്താണ് ഡാറ്റേഴ്സിന് എന്താ പറയുക ഫ്രഷ് ഇഷ്യൂ നടത്താനുള്ള റൈറ്റുകളുണ്ട്. പക്ഷെ എന്താണ് അൺഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് റിസർവ് ആൻഡ് സർപ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്ത് പറയുക നമുക്ക് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു കണ്ടീഷൻ പറയേണ്ടത് അതായത് ജനറൽ റിസർവിൽ ഇപ്പോൾ ബാലൻസ് 80,000 ഉണ്ട്. പക്ഷെ എന്താണ് 20,000 നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ബാക്കി 60,000 എന്ത് പറയുക ഈ റിഡംഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ എത്രയാണ് നമുക്ക് ഏകദേശം വേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. ഓക്കെ, 1,000 × 100 1 lakh rupees ആണ് നമുക്കിപ്പോൾ വേണ്ടത്. സോ നമുക്ക് എന്താണ് ജേർണൽ എൻട്രീസ് ആൻസറിലേക്ക് പയ്യെ കിടക്കാം.
ആദ്യം നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്തോരം ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് റെഡീം ചെയ്യാനുള്ളതിൻ്റെ ഫേസ് വാല്യൂ 1,00,000 rupees ആണ്. നമുക്ക് എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റാനുള്ള എമൗണ്ട്, അതായത് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്, അത് എത്രയാണെന്ന് നോക്കാം. ജനറൽ റിസർവ് എത്രയാണ്? 60,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്? 20,000 10,000 മൈനസ് ചെയ്യുക. ഓക്കെ, കാരണം എന്താണ് അത് പ്രീമിയം, അതായത് എന്താണ് റിഡംഷൻ പ്രീമിയത്തിലാണ് കേട്ടോ. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് റിഡീം മറ്റേ പ്രീമിയം. അപ്പോൾ ആ പ്രീമിയമിൻ്റെ എമൗണ്ടും കൂടി നമ്മൾ എന്താണ് സെറ്റ് ഔട്ട് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് മാറ്റി വയ്ക്കണം. കാരണം എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ 10,000 ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ്. നോർമലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് മാറ്റി വയ്ക്കുന്നത്. സോ 20,000 ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ്. അതിൽ നിന്ന് എന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ 10,000 മാറ്റി വെച്ചു. അപ്പോൾ എത്രയാണ്? 10,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമുക്ക് എന്താ പറയുക റിഡംഷന് വേണ്ടി അവൈലബിൾ. ഇൻവെസ്റ്റ്മെന്റ് അലവൻസിൽ എത്രയാണ്? 10,000 നിന്ന് 5,000 എന്നാണ് അൺഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 5,000 ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഏകദേശം 75,000 ആണ് എന്ത് പറയുക പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് റിഡംഷന് വേണ്ടി. സോ ഏകദേശം 25, ബാക്കി 1,00,000 മൈനസ് 75, ബാക്കി 25,000 എന്താണ് നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കുക. അപ്പോൾ 25,000 ഡിവൈഡ് ബൈ 10 ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യാനുള്ള ഫേസ് വാല്യൂ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 2,500 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. സോ ഇനി എന്താണ് നമുക്ക് നമ്മുടെ എൻട്രീസിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ആദ്യം ബാങ്ക് ഓൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്താണ് 25,000 നമ്മൾ ഇഷ്യൂ ചെയ്തു. സോ അതിൻ്റെ എമൗണ്ട് കിട്ടി. ഇനി എന്താണ് നമ്മൾ ജനറൽ റിസർവ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവിൻ്റെ എമൗണ്ട് എന്താണ് ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റണം. സോ ജനറൽ റിസർവ് നമുക്കറിയാം 60,000, കാരണം 80,000 ഉണ്ട്, 20,000 റീറ്റെയിൻ ചെയ്യാനുണ്ട് 60,000. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 10,000, കാരണം എന്താണ് 20,000 ബാലൻസ് ഉണ്ട്, പക്ഷേ 10,000 എന്താണ് നമുക്ക് പ്രീമിയം എമൗണ്ട് റിഡംഷന് ആവശ്യമുണ്ട്. സോ അത് മാറ്റി വെച്ചു. പിന്നെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എലമെന്റ്സിൽ നിന്ന് 5,000 നമുക്ക് അവൈലബിൾ ആണ്. അതും നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ആ എൻട്രി പോസ്റ്റ് ചെയ്തു. ഇനി എന്താണ് പറയുന്നത് 8% റിഡീം ബൈ പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് 1,00,000 വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രീമിയം ഉണ്ട്. പ്രീമിയം എമൗണ്ട് റിഡംഷൻ എത്രയാണ്? 10,000 ആണ്. 10% 10,000 വന്നു. എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡ്യൂ ആക്കി 1,10,000 നമ്മൾ ഇട്ടു. ഇനി എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 1,10,000 വെച്ചിട്ട് പേയ്മെന്റ് പോയി. പിന്നെന്താണ് P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രീമിയം റിഡംഷൻ. കാരണം എന്താണ് പ്രീമിയം റിഡംഷൻ നമ്മൾ P&Lലേക്ക് നമ്മൾ മാറ്റണം. സോ അതെന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മളിവിടെ ചെയ്തു. അങ്ങനെ എന്താണ് സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മളിവിടെ ഓവറായി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാണല്ലോ ഏകദേശം എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ജസ്റ്റ് ആ കുറച്ച് എൻട്രീസ്, ആ 2 മെത്തേഡ് എന്താണ് പഠിക്കുക. അത് മെത്തേഡ് പഠിക്കാനൊന്നുമില്ല, കാരണം ഫസ്റ്റ് മെത്തേഡ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എൻട്രിയുടെ ഇതുണ്ടാവും, ബാക്കി എല്ലാം സെയിം ആണ്. സെക്കൻഡ് മെത്തേഡിൽ എന്താണ് ഇഷ്യൂ ഓഫ് എൻട്രി മാറ്റിയിട്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൻ്റെ എൻട്രി ഇടാം. ഓക്കെ, ബാക്കി എല്ലാം സെയിം ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പിന്നെ എന്താണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിക്ക് എന്താണ് ചിലപ്പോൾ സഫീഷ്യൻറ്റ് എമൗണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സെയിൽ ചെയ്യും റിഡംഷന് വേണ്ടി എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പാർട്ട്ലി പെയ്ഡ് കോൾഡ് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷൻ എങ്ങനെയാണ്, അതായത് നമുക്ക് റിഡീം ചെയ്യണമെങ്കിൽ ഒരു മെയിൻ കണ്ടീഷൻ ഉണ്ട്, അതായത് എന്താണ് ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് നമുക്ക് റിഡീം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ഉള്ള കേസിൽ എന്താണ് പാർട്ട്ലി പെയ്ഡിൻ്റെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എന്താണ് നമ്മൾ ഈ പാർട്ട്ലി പെയ്ഡിൻ്റെ ഫൈനൽ കോൾ വിളിക്കുക. ഓക്കെ, പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്താണ് ഫൈനൽ കോൾ വിളിച്ചിട്ട് ഇതിനെ ഫുള്ളി പെയ്ഡ് ആക്കുക, എന്നിട്ട് എന്താ പറയുക റിഡംഷനിലേക്ക് കടക്കുക. പിന്നെ എന്താണ് ഫുള്ളി പെയ്ഡും പാർട്ട്ലി പെയ്ഡ് ഷെയർസും ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഫുള്ളി പെയ്ഡിൻ്റെ മാത്രം റിഡംഷനാണ് നടത്തുന്നുള്ളൂ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്താണ് പാർട്ട്ലി പെയ്ഡിൻ്റെ എന്താണ് ലെഫ്റ്റ് ഇൻടാക്ട്, വേറെ ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിലാണ് അങ്ങനെ അസ്യൂം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഫുൾ എല്ലാ പ്രിഫറൻസ് ഷെയർസ് എന്താ പറയുക വിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കേണ്ടി വരും. ഇനി എന്താണ് നമ്മുടെ അടുത്ത് ഒന്നും പറയാനുള്ള എന്താ പറയുക നമ്മുടെ പ്രിഫറൻസ് ഷെയർസിന് എന്താ പറയുക ജസ്റ്റ് ഇപ്പോൾ ഉള്ള പ്രിഫറൻസ് ഷെയർസിനെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ളി പെയ്ഡ് അപ്പിന് മാത്രം റിഡീം ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് കമ്പനിക്ക് ഫോർഫീറ്റ് ചെയ്യാൻ പറ്റും, അതായത് കോൾ മണി റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പാർട്ട്ലി പെയ്ഡിൻ്റെ എന്താ പറയുക നമുക്ക് ഫോർഫീറ്റ് ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഷെയർസിൻ്റെ റിഡംഷന് നടത്താൻ പറ്റും. ഇനി നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് XYZ ഇന്റർവൽ ഇൻക്ലൂഡ് കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അണ്ടർ ദ ടേം ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നാൽ റെഡീം ചെയ്യേണ്ടതാണ്. അത് 5% പ്രീമിയത്തിന് റെഡീം ചെയ്യാനുള്ളതാണ്.
ഓക്കെ, റിഡീം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, റൈറ്റ് ഇഷ്യൂ നടത്തി. 50,000 ഷെയർസിന്റെ റൈറ്റ് ഇഷ്യൂ എത്രയാണ്, 1,10,000 അല്ല 110 റുപ്പീസിന് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തി. ഇതിലെന്താണ് ആപ്ലിക്കേഷൻ മണി 20 ആയിട്ട് നമ്മൾ പേ ചെയ്യണം. പിന്നെ എന്താണ് 35 അലോട്ട്മെന്റിന്റെ ബേസിൽ ബാലൻസ് എന്താണ് 1st ജനുവരിയിൽ പേ ചെയ്യണം. ഇഷ്യൂ ചെയ്തല്ല ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തു. എന്താണ് മണി ഡ്യൂ ഓൺ അലോട്ട്മെന്റ് വർ ഡ്യൂലി റിസീവ്ഡ് ബൈ, അതായത് മണി എല്ലാം നമുക്ക് കറക്റ്റ് ടൈമിലേക്ക് കിട്ടി. ഓക്കെ, പിന്നെ എന്താണ് ബാക്കി പ്രിഫറൻസ് ഷെയർസ് ഫുൾ മീൻസ് റെഡീം ചെയ്യാനുള്ള ഫുൾ കണ്ടീഷൻ സെക്ഷൻ 55 പ്രകാരമുള്ള ഫുൾ കണ്ടീഷൻസും ചെയ്തു. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ്. ഓക്കെ, സോ എന്താണ് ഇത് വളരെ സിമ്പിളാണ്. നമ്മളെന്താണ് ഇത് നമ്മൾ ആദ്യം എന്താണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ എന്താണ് ഫൈനൽ കോൾ വിളിക്കണം. കാരണം എന്താണ് ഈ പ്രിഫറൻസ് ഷെയർസ് 70 റുപ്പീസ് പെയ്ഡപ്പ് ഉള്ളൂ. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈ പ്രിഫറൻസ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. സോ പ്രിഫറൻസ് ഷെയർസിന് ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ ഫൈനൽ കോൾ നമ്മൾ വിളിക്കുന്നു. അങ്ങനെ എത്രയാണ് ഫൈനൽ കോള്, പ്രിഫറൻസ് ഷെയർസ് ഫൈനൽ കോൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 15 lakh വെച്ച് വരും. കാരണം 30 into 1 lakh ആണ്, അല്ല സോറി 30 into 50,000 ആണ്. അപ്പോൾ എന്താണ് 15 lakh ആണ് വരുന്നത്. പിന്നെ എന്താണ് ബാങ്കിലേക്ക് ഈ എമൗണ്ട് എന്താ പറയുക കോൾ ചെയ്ത എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെന്താണ് നമ്മുടെ റൈറ്റ് ഇഷ്യൂ നടത്തണം. കാരണം എന്താണ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട്, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ഇഷ്യൂ നടത്തണം. സോ അതിനുവേണ്ടി എന്താണ് ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, നമ്മൾ ഇഷ്യൂ ഉദ്ദേശിക്കുന്നത് 50,000 ഇക്വിറ്റി ഷെയർസ് ആണ്. 20 റുപ്പീസ് വെച്ച് ആപ്ലിക്കേഷൻ്റെ സമയത്ത് കിട്ടും. സോ എന്താണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് പഠിച്ചേക്കുന്ന ആ എൻട്രീസ് ഒക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. സോ ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 10,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,000 lakh വെച്ചിട്ട് വരും. പിന്നെ എന്താണ് ഇതിന്റെ അലോട്ട്മെന്റ് നമ്മൾ നടത്തണം. ആ എൻട്രി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതെന്താണ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് എത്രയാണ് 70,50,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 12,50,000. പിന്നെ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം 5 lakh. കാരണം എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ പറയാനിട്ടുണ്ട്. അതായത് 35 റുപ്പീസിൽ എന്താണ് പ്രീമിയം ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50,000 എത്രയാണ് 10 റുപ്പീസ്, 110 ആണ് വിൽക്കുന്നതുകൊണ്ട് 10 റുപ്പീസ് ആണ് പ്രീമിയം എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ടാണ് 5 lakh പ്രീമിയം എന്തെങ്കിലും, ബാക്കി എമൗണ്ട് എന്താണ് ഫേസ് വാല്യൂ ആയിട്ട് വരും. പിന്നെ പറയുന്നതാണ് നമ്മളെന്താണ് ഷെയർ അലോട്ട്മെന്റ് വന്നു, അതായത് എന്താണ് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എമൗണ്ട് നമ്മൾ കിട്ടിയതായിട്ട് കാണിക്കുന്നു. പിന്നെ എന്താണ് ഇനി എന്താണ് നമുക്ക് എന്താ പറയുക റിഡംഷനുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് നമുക്ക് റിഡീം ചെയ്യാൻ എത്രയാണ് 35 lakh വേണം അല്ലേ. പക്ഷെ എന്താണ് നമ്മുടെ ജനറൽ റിസർവിൽ ഓൾറെഡി 50 lakh ഉണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഫുള്ളി എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ് 50 lakh മൊത്തം എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് എത്രയാണെന്ന് നോക്കാം. അതായത് 35 lakh നിന്ന് ഏകദേശം സോറി 35 lakh അല്ല, സോറി 50 into ഇപ്പോൾ ഫുള്ളി പേഡപ്പ് ആക്കിയല്ലോ. ഇപ്പോൾ 50 lakh തന്നെയാണ്. ഓക്കെ, 50 lakh പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്താണ് റിഡീം ചെയ്യണം. അതിനുവേണ്ടി എന്താണ് 50,000 എന്താ പറയുക ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അതിനു വേണ്ടി നമുക്ക് എന്താണ് ഇതുവരെ, അതായത് അലോട്ട്മെന്റ് ടൈം വരെ നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇവിടെ ഡേറ്റിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ 1st ജാനുവരിയിലാണ് എന്ത് പറയുക നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് കിട്ടുന്നത്. നമുക്ക് ഇതുവരെ എന്താണ് അലോട്ട്മെന്റ് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓക്കെ, അതായത് 1st January 2023 എന്ത് പറയുക നമുക്ക് എന്താണ് നമ്മുടെ ഈ അതായത് ഫുൾ ഈ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തതിന്റെ ഫുൾ എമൗണ്ട് കിട്ടുകയുള്ളൂ. പക്ഷെ എന്താണ് നമുക്ക് എന്താണ് ഈ എന്താ പറയുക ഈ പ്രിഫറൻസ് ഷെയർസ് എന്താണ് റെഡീം ചെയ്യേണ്ടത് എത്താണ് 31st March 2020 നമ്മൾ ഈ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യണം. സോ ഇവിടെ എന്താ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് 31st March 2022 വരെ നമുക്ക് ഇക്വിറ്റി ഷെയർസിന്റെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണിയും അതുപോലെ തന്നെ അലോട്ട്മെന്റും ആണ് എന്ത് പറയുക നമുക്ക് 31st March വരെ കിട്ടിയേക്കുന്നത്, 31st March 2022 വരെ കിട്ടിയേക്കുന്നത്. ബാക്കിയുള്ള എമൗണ്ട് ഒക്കെ എന്താണ് 1st January കിട്ടുള്ളൂ. സോ അതുവരെ എന്താണ് നമുക്ക് ഫുൾ ഇക്വിറ്റി ഷെയർസ് കിട്ടിയിട്ട് നമുക്ക് ഇത് റെഡീം ചെയ്യാന്നുള്ള രീതിയില്ല. സോ ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു വർക്കിങ്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്താണ് അപ്പം റെഡീം ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത്, റെഡീമബിൾ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് 50,000. അതായത് ഇവിടുത്തെ എന്താ പറയുക പ്രിഫറൻസ് ഷെയർസ് 50,000 into 100. സോ എത്രയാണ് 50 lakh റുപ്പീസ് ആണെന്ന് നമുക്കറിയാം റെഡീം ചെയ്യാനുള്ള എമൗണ്ട്. ഇവിടെ നിന്ന് എന്താണ് ഫ്രഷ് ഇഷ്യൂ വഴി നമുക്ക് ഇപ്പം ഇതുവരെ കിട്ടിയേക്കുന്നത് എന്താണ്
ഇതുവരെ കിട്ടിയേക്കുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ നോക്കാം. ഓക്കെ, ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇതുവരെ ഉള്ളത്, അതായത് 31st March 2022 വരെ ഉള്ളത്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതായത് 20 rupees ആപ്ലിക്കേഷൻ ആയിട്ട് കിട്ടി. അപ്പോൾ എത്രയാണ്? 10 lakh എന്നാണ് ആപ്ലിക്കേഷൻ മണി ഉണ്ട്. അതെന്താണ്? അത് ഇക്വിറ്റിയുടെ ഫേസ് വാല്യൂ തന്നെയാണ്. പിന്നെന്താണ്? ഈ 35 rupees പിന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലെന്താണ്? അതിൽ 10 rupees എന്താണ്? പ്രീമിയം ആണ്. ഓക്കെ, സോ എന്താണ്? ബാക്കി 25 rupees കിട്ടിയിട്ടുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ്? നമ്മൾ 12,50,000 എന്ത് പറയുക, ഈ ഒരു കേസിൽ എന്താ പറയുക അല്ലേ? അതെ, ഈ 12,50,000 എന്താ പറയുക, നമുക്ക് അലോട്ട്മെന്റ് സമയത്ത് എന്ത് പറയുക, നമുക്ക് ഫേസ് വാല്യൂ, ഇക്വിറ്റിയുടെ ഫേസ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, 12 lakh. അപ്പോൾ ടോട്ടലി എത്രയാണ്? 22,50,000 ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ 31st March നമുക്ക് എന്താ പറയുക, പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ ആയിട്ട് കിട്ടിയിരുന്നത് 22,50,000 ആണ്. അപ്പൊ നമ്മൾ CRRലേക്ക് മാറ്റേണ്ട എത്രയാന്ന് വെച്ചാൽ നമുക്ക് എന്താണ് 50 lakh റിഡീം ചെയ്യാണ്ട്. അപ്പൊ ഈ ഒരു എമൗണ്ട്, അതായത് 22,50,000 മൈനസ് 50 lakh. സോ എന്താണ്? നമ്മൾ CRRലേക്ക് മാറ്റേണ്ടത് 27,50,000 ആണ് CRRലേക്ക് മാറ്റേണ്ട എമൗണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു കേസിൽ ഈ ഡേറ്റ്സിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് ആണ് 1st January കിട്ടുള്ളൂ. ഇനി ഇൻ കേസ് ഇതെന്താണ്, നമുക്ക് ഓൾറെഡി 31st March മുമ്പ് കിട്ടിയെങ്കിൽ ഇത് ഇഷ്യൂ ഇല്ല. കാരണം എന്താണ്? നമുക്ക് 50,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനുണ്ട്. അത് എത്രയാണ്? 100 rupees അപ്പോൾ 50 lakh എന്താണ്? നമുക്ക് ഇക്വിറ്റി ഷെയർസ് വഴി തന്നെ കിട്ടും. അപ്പൊ നമ്മൾ CRRന്റെ ആവശ്യമില്ല. പക്ഷെ എന്താണ്, നമുക്ക് ആ ഫൈനൽ എമൗണ്ട് 1st January കിട്ടുന്നുള്ളൂ എന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് ഇതിൽ ഇവിടെ ഈ റിഡംഷന്റെ സമയത്ത് എന്താണ് CRRന്ന് നമ്മൾ എമൗണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ടാവും. യെസ്, ഈ CRRന്ന് കിട്ടുന്നത് 27,50,000 ആണ്. നമുക്ക് വറി ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ ജനറൽ റിസർവിൽ 50 lakh ഉണ്ട്. സോ അത് നമ്മൾ നേരെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. സോ ജനറൽ റിസർവിലെ ഫുൾ എമൗണ്ട് 27,50,000 എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി. ഇനി എന്താണ്, നമുക്ക് റിഡീംഷന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണ്, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് 50 lakh. അതിനെന്താണ് പ്രീമിയം എമൗണ്ട് റിഡംഷൻ 2,50,000 വന്നു. അത്രയാണ് 5% ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 5% ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഡേറ്റ് 31st March തന്നെ. ഓക്കെ, സോ 50 lakh റിഡംഷൻ ടു പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സ് 52,50,000. ഇനി എന്താണ്, ബാങ്കിൽ നിന്ന് എന്താണ് പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് പേയ്മെന്റ് 52,50,000 പേയ്മെന്റ്. പിന്നെ എന്താണ്, പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഉണ്ടല്ലേ, അതെന്താണ് ജനറൽ റിസർവിൽ പിന്നെ എമൗണ്ട് ഉണ്ട്. കാരണം എന്താണ്, 27,50,000 പോയിട്ടുള്ളൂ, 50 lakh ഓൾറെഡി ഉണ്ട്. അപ്പോൾ ജനറൽ റിസർവിലേക്ക് നമുക്ക് എന്താ പറയുക, പ്രീമിയം എമൗണ്ട് റിഡംഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ എന്താണ്, ഇത് എന്താണ് കുറച്ചുകൂടി ട്രിക്കിയാണ്. നിങ്ങൾ ആ ഡേറ്റ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി എന്താണ്, നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷനിൽ എന്താ പറയുന്നത്, റിഡംഷൻ ഓഫ് ഫുള്ളി കോൾഡ് ബട്ട് പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ്. അതായത് ഫുൾ കോൾ ചെയ്തു പക്ഷെ എന്താണ് പാർട്ട്ലി പെയ്ഡ് ആണ് പ്രിഫറൻസ് ഷെയർസ്. സംഭവം വേറെ ഒന്നുമല്ല, കോൾസ് ഇൻ അരിയേഴ്സ് വന്നു. സോ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റിഡംഷൻ നടത്താൻ നോക്കുക. ഇതിൽ വേറെ പ്രത്യേകിച്ച് വലിയ സംഭവം ഒന്നുമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ബാങ്കിൽ ടു കോൾസ് ഇൻ അരിയേഴ്സ്, അതായത് ആ എമൗണ്ട് അൺപെയ്ഡ് കോൾസ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുക. ഓക്കെ, സോ അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഈ കോൾ സിനേരിയസിൽ നമുക്ക് 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ആ കോൾ സിനേരിയസ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ആ ഷെയർസ് ഫോർവേറ്റ് ചെയ്യണം. സോ കോൾ സിനേരിയസ് കിട്ടുകയാണെങ്കിലാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾ സിനേരിയസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇടാം. ഇനി ഇൻ കേസ് നമ്മൾ ഫോർവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ പറയുക ടു കോൾ സിനേരിയസ് അക്കൗണ്ട്. പിന്നെ എന്താണ്, ടു ഷെയർസ് ഫോർഫിറ്റ്. ടു ഷെയർ ഫോർഫിറ്റിൽ എന്തായിരിക്കും വരുന്നത്, നമുക്ക് ഇതുവരെ കിട്ടിയ എമൗണ്ട് എന്താ പറയുക, നമ്മൾ ഷെയർ ഫോർഫിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് എന്താണ്, ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് അത് കളയുകയും ചെയ്യും. നമുക്കറിയാം എമൗണ്ട് ആക്ച്വലി കളക്ട് ഓൺ ദി ഷെയർ ഫോർഫിറ്റ്, അതാണ് എന്ത് പറയുക ഷെയർ ഫോർഫിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്, കോൾസിൻ്റെ ഏരിയയിൽ കിട്ടാത്ത എമൗണ്ടും. ഓക്കെ, പിന്നെ എന്താണ് ഷെയർ ഫോർഫിറ്റ് അക്കൗണ്ടിലും പിന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് ഫർദർ നമ്മൾ മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി യൂണിറ്റ് 2 കണ്ടതാണ്. ആ എൻട്രീസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ലാസ്റ്റത്തെ ഇലസ്ട്രേഷൻ 10 കൂടി നോക്കാം. ഓക്കെ, സോ എന്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഡീറ്റെയിൽസ്, അതായത് ഇലസ്ട്രേഷൻ 9 ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്താണ് നമ്മുടെ അടുത്ത് ഈ ഇലസ്ട്രേഷൻ 10 പറയുന്നുണ്ട്. അതായത് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 2,000. അതായത് ഇലസ്ട്രേഷൻ 9 നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്, നമുക്ക് എന്താണ് ഏകദേശം 50,000 ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ് വിൽക്കാനുണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താണ്, അതിലെന്താണ്
2000 ഷെയർസ്, അത് 70 പെയ്ഡപ്പ് ആണല്ലോ. അപ്പോൾ അതിൽ 2000 ഷെയർസ് എന്താണ് ഫൈനൽ കോൾ മേക്ക് ചെയ്യാൻ എന്താ പറയുക ഫെയിൽ ആയിപ്പോയി. ഓക്കെ, അതായത് അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് നെസസറി എൻട്രീസ് പാസ് ചെയ്തിട്ട് എന്താ പറയുക 31 മാർച്ചിൽ എന്താ പറയുക ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അടുത്ത് ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്റ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പ്രിഫറൻസ് ഷെയറിന്റെ ഫൈനൽ കോൾ വിളിക്കണമല്ലോ, 15 ലാഖിന്റെ ഫൈനൽ കോൾ വിളിച്ചു. പക്ഷെ എന്താണ് ബാങ്കിൽ വന്നപ്പോൾ എന്താണ് നമുക്ക് 48,000 ഇൻറ്റു 30,000, അതായത് എത്ര എമൗണ്ട് എന്ന് പറയുക നമുക്ക് ബാങ്കിലേക്ക് ഫൈനൽ കോൾ ആയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ എന്താണ് 14,40,000 ബാങ്കിലേക്ക് വന്നു. ബാക്കി എന്താണ് കോൾസിന്റെ അരിയേഴ്സ് ആയിട്ട് 60,000 പോയി. അതാണ് ആ 2,000 അരിയർ വന്നേക്കുന്നത്. അങ്ങനെ എന്താണ് 15 ലാഖ് എന്താ പറയുക പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോളിലേക്ക് വന്നു. ഇനി എന്താണ് ഇതിന്റെ എന്താ പറയുക നമ്മൾ ഫോർഫീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർസ് ആ 2,000 പ്രിഫറൻസ് ഷെയർസിന്റെ വാല്യൂ എത്രയാണ് ടോട്ടലി വരുന്നത് 2,000 × 100, അപ്പോൾ 2 ലാഖ്. അതിലെന്താണ് കോൾസിന്റെ ഏരിയസിലേക്ക് വന്ന് 60,000 നമ്മൾ റിവേഴ്സ് ചെയ്തു. ബാക്കി 70 റുപ്പീസ് അവർ പേ ചെയ്തിട്ടുണ്ടല്ലോ, അത് എന്ത് ചെയ്തു നമ്മൾ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, പിന്നെ എന്താണ് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇക്വിറ്റി ഷെയർ കോൾ ചെയ്തു. 10,000 വെച്ചിട്ട് ഇക്വിറ്റി ഷെയർസ് കോൾ ചെയ്തു. ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എത്രയാണ് ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ മണി ആയിട്ട് 10 ലാഖ് കിട്ടി. പിന്നെ എന്താണ് അലോട്ട്മെന്റ്, ഇക്വിറ്റി ഷെയറിന്റെ അലോട്ട്മെന്റും ആ സെയിം എൻട്രീസ് ഒക്കെ തന്നെ 70,50,000 വന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 12,50,000 പോയി. ബാക്കി എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോയി. പിന്നെ എന്താണ് ആ അലോട്ട്മെന്റ് മണിയും നമുക്ക് എന്താണ് പിന്നീട് എനിക്ക് തോന്നുന്നു മറ്റേ മാർച്ച് 1 ആയപ്പോഴത്തേക്ക് നമുക്ക് ആ എമൗണ്ട് കിട്ടി. സോ 17,50,000 കിട്ടിയായിട്ട് കാണിച്ചു. ഇവിടെ എന്താണ് ജനറൽ റിസർവിലേക്ക് മാറ്റേണ്ട എമൗണ്ടിൽ ഒരു വ്യത്യാസം വരും. കാരണം എന്താണ് നേരത്തെ എന്താണ് ഇവിടെ ഒരു ഫോർഫീച്ചർ നടന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഈ 2 ലാഖ് എന്താണ് നമ്മൾ ആക്ച്വലി ഇനി എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. കാരണം എന്താണ് പ്രിഫറൻസ് ക്യാപിറ്റലിലേക്ക് നമ്മൾ റെഡീം ചെയ്യാൻ പോണതിന്റെ വാല്യൂ കുറഞ്ഞു. കാരണം എന്താണ് 48 ലാഖിന്റെ വാല്യൂ വരുന്ന പ്രിഫറൻസ് ഷെയർസ് ഇനി നമ്മൾ റെഡീം ചെയ്യാനുള്ളൂ. കാരണം 2,000 നമ്മൾ എന്ത് ചെയ്തു ഫോർഫീറ്റ് ചെയ്തല്ലോ. സോ 48 ലാഖിന്റെ വരുന്ന എമൗണ്ട് എന്താ പറയുക നമ്മൾ റെഡീം ചെയ്യാനുള്ളൂ. സോ ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റേണ്ടത് ഇനി എന്താണ് 25,50,000 മാറ്റേണ്ടുള്ളൂ. കാരണം എന്താണ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു ഇവിടെ എന്താണ് ഇവിടെ റെഡീമബിൾ എമൗണ്ട് 50 ലാഖാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന കേസിൽ എന്താണ് റെഡീമബിൾ എമൗണ്ട് 48 ലാഖേ വരുന്നുള്ളൂ. കാരണം എന്താണ് 2 ലാഖ് നമ്മൾ ഫോർഫീറ്റ് ചെയ്തല്ലോ. അതിൽ നിന്ന് എന്താണ് 22,50,000 നമ്മൾ എന്താണ് ഇക്വിറ്റി ഷെയർസ് വഴി ഇഷ്യൂ ചെയ്തു. അപ്പോൾ എത്രയാണ് ബാക്കി ഞാൻ എന്താണ് CRRലേക്ക് പോകേണ്ട എമൗണ്ട് 25,50,000 ഉള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ. എന്താണ് ഈ റെഡീമബിൾ എമൗണ്ട് വ്യത്യാസം വന്നു ഫോർഫീച്ചർ വന്ന കാരണം. സോ അങ്ങനെ എന്താ പറയുക നമ്മൾ ക്യാപിറ്റൽ റിഡംഷനിലേക്ക് മാറ്റേണ്ട എമൗണ്ട് 25,50,000 ആയി. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആക്കുകയാണ്. അതായത് 48,000 എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് തിരിച്ചു റിഡീം ചെയ്യണം. അതിലെന്താണ് 2,40,000 എന്താണ് റിഡംഷൻ പ്രീമിയം എമൗണ്ട് റിഡംഷൻ ആയിട്ട് വന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് 50,40,000 നമ്മൾ എന്താ പേയബിൾ ഇട്ടു. അത് ഞാൻ ആ എമൗണ്ട് എന്താണ് നമ്മൾ ബാങ്ക് വഴി നമ്മൾ പേ ചെയ്തു. 40,000 എന്താണ് ബാങ്ക് വഴി പേ ചെയ്തു. പിന്നെ എന്താണ് നമുക്ക് പ്രീമിയം എമൗണ്ട് റിഡംഷനിലേക്ക് 2,40,000 വെച്ചിട്ട് നമ്മൾ ജനറൽ റിസർവ് ചെയ്യുന്ന പ്രീമിയം എമൗണ്ട് റിഡംഷനിലേക്ക് മാറ്റി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഷെയർ ഫോർഫീറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിന്റെ ഫേസ് വാല്യൂ എന്താണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. സോ ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട് 1,40,000 അത് എന്താണ് ക്യാപിറ്റൽ റിസർവിലേക്ക് 1,40,000 ആ ഒരു ഫൈനലിൻ്റെ ഇത് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക ഷെയർ ഫോർഫീറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന ആ ഒരു എൻട്രിയും കൂടിയാണ്. ആ എൻട്രിയും കൂടി പാസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഇല്ലസ്ട്രേഷൻ 10 ഈ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് തീരും. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇടാം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് മറന്നു പോകാണ്ടിരിക്കാനാണെങ്കിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഫോർഫീച്ചറിൻ്റെ എൻട്രി ഇടുമല്ലോ ഇവിടെ ആയിട്ട് ഈ എൻട്രി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റത്തെ എൻട്രി ഇടാം. നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഇതോടുകൂടി എന്താണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു 11th ചാപ്റ്ററിലെ 5th യൂണിറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, സോ ഈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ചാപ്റ്റർ അല്ല. പക്ഷെ എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിച്ച ഫോർഫീച്ചർ വന്നു. ഓക്കെ, പിന്നെ എന്താണ് അതുപോലെ തന്നെ കോൾസ് ഇൻ അരിയേഴ്സിന്റെ കൺസെപ്റ്റ് വന്നു. അങ്ങനെ അതുപോലെ തന്നെ എന്താണ് അങ്ങനത്തെ പല പല കൺസെപ്റ്റുകൾ. പിന്നെ എന്താണ് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ കൺസെപ്റ്റ് വന്നു. അങ്ങനെ പല പല കൺസെപ്റ്റുകൾ വെച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് വരാൻ പോകുന്നത്. കാരണം എന്താണ് ഇത് ഫസ്റ്റ് യൂണിറ്റിന്റെ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിലെ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നേരത്തെ എന്താണ് റൈറ്റ് ഇഷ്യൂവിന്റെ ഒരു കേസ് ആണല്ലേ.
റൈറ്റ് ഇഷ്യൂ. ഈ ഒരു ചാപ്റ്റർ 9th യൂണിറ്റിന്റെ ബാക്കിയാണ്. ഇവിടെ തന്നെ എന്താണ് റൈറ്റ് ഇഷ്യൂവിന്റെ ഒരു എന്താ പറയുക, റൈറ്റ് ഇഷ്യൂ, അതായത് 3rd യൂണിറ്റിന്റെയും എന്താ പറയുക ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ വന്നു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് ICAക്ക് നിങ്ങളുടെ ഈ 3 യൂണിറ്റിലെയും കൂടി നോളജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് യുവർ നോളജ്, അതായത് ചാപ്റ്ററിന്റെ ബാക്കിലുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് നോക്കാം. സോ നമുക്ക് നമ്മുടെ ടെസ്റ്റ് യുവർ നോളജ് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ട്രൂ ഓർ ഫോൾസ് നോക്കാം. സോ ഫസ്റ്റ് ട്രൂ ഓർ ഫോൾസ് എന്താ പറഞ്ഞാൽ, വെൻ ഷെയർസ് ആർ റെഡീംഡ് ബൈ യൂട്ടിലൈസിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് റെഡീംഡ് ഇസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ബൈ ഡെബിറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഇത് തെറ്റാണ്. കാരണം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഫേസ് വാല്യൂ ഉള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ക്യാപിറ്റൽ റിസർവിലേക്കല്ല, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ്. രണ്ടാണ്. ഫോൾസ് ആണ്. കാരണം വെൻ ഷെയർസ് ആർ റെഡീംഡ് ബൈ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോർഡ് ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഷെയർസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. A company who prepares financial statement in compliance with accounting standards under section 133 of Company Act, it cannot utilize securities premium for the purpose of providing premium or redemption or redeemable preference shares. ഇത് ട്രൂ ആണ്. കാരണം നമ്മൾ കണ്ടാണ് സെക്ഷൻ 33യുടെ കീഴിൽ വരുന്ന കമ്പനീസ് അവർക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം പ്രീമിയം ഓർ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയില്ല. മൂന്നാമത്, ദ ബാലൻസ് ഇൻ ഫോർട്ടിഫൈഡ് ഷെയർ അക്കൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇത് ഫോൾസ് ആണ്. കാരണം ബാലൻസ് ഇൻ ഫോർട്ടിഫൈഡ് ഷെയർ അക്കൗണ്ട് പോകേണ്ടത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. ബാലൻസ് കനോട്ട് ബി യൂസ് ഫോർ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അത് ക്യാപിറ്റൽ റിസർവിലേക്ക് പോകേണ്ട ഐറ്റം ആണ്. നാലാമത്തത്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് കനോട്ട് ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് മിസ്ലീനിയസ് എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഇത് ട്രൂ ആണ്. കാരണം നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ആണ് മിസ്ലീനിയസ് എക്സ്പെൻസിന് ലോസിന് ഉപയോഗിക്കാൻ പറ്റുക. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുകയില്ല. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് ആകാം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം കനോട്ട് ബി യൂസ്ഡ് ടു, എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? നമുക്കറിയാം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. കാരണം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനും പ്രിലിമിനറി എക്സ്പെൻസ് ഇഷ്യൂ ചെയ്യാനും ഉപയോഗിക്കാം. പക്ഷെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ബി ആണ് ഉത്തരം. പിന്നെന്താണ്, എസ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2010% ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ on 1/4/2021 which are redeemable at a premium of 10%. For the purpose of redemption, the company issued 1,500 equity shares of ₹100 each at a premium of 20% per share. At the time of redemption of preference, the amount to be transferred by the company to capital redemption റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് സിമ്പിൾ ആണ്. കാരണം പ്രിഫറൻസ് ഷെയർസിന്റെ ഫേസ് വാല്യൂ വരുന്നത് ഏകദേശം 2 lakh rupees ആണ്. നമ്മൾ ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസിന്റെ ഫേസ് വാല്യൂ വരുന്നത് 1,500 into 100 1,50,000 ആണ്. സോ എത്രയാണ് ബാക്കി? എത്രയാണ്? 50,000 ആയിരിക്കും നമ്മുടെ ഏതിലേക്ക്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, സോ എ ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? നമുക്കറിയാം, അൺക്ലെയിംഡ് ഡിവിഡൻഡ് ആണ് എന്ത് പറയുക, നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലാത്തത്. സോ സി ആണ് ഉത്തരം. നാലാമത്തെ നോക്കാം. അക്കൗണ്ട് സെക്ഷൻ 52 കമ്പനീസ് ആക്ട്, ദ എമൗണ്ട് ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ്. എന്തിനാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നുള്ളത്? ഒന്ന്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. അത് കറക്റ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ലോസ് ഓഫ് ദി കമ്പനിയുടെ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ, അതാണ് കറക്റ്റ്. കാരണം അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ ഫോർ പർച്ചേസ് ഓഫ് ഓൺ സെക്യൂരിറ്റി, അതിന് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. അപ്പോൾ ബി ആണ് ഉത്തരം. ഓക്കെ, ഇനി അഞ്ചാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? പ്രിഫറൻസ് ഷെയർസിന് വേണ്ടി റിഡീം ചെയ്യാവുന്ന ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഫ്രഷ് ഇഷ്യൂ വഴി നമുക്ക് ചെയ്യാം. ബി, പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അത് പറ്റില്ല. പിന്നെ പ്രൊസീഡ് ഓഫ് ഇഷ്യൂ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതും പറ്റില്ല. അപ്പോൾ എ ആണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ഉത്തരം എ ആണ്. കാരണം നമുക്ക് ഫ്രഷ് ഇഷ്യൂ വഴിയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ആറാമത്തത്, പ്രിഫറൻസ് ഷെയർസ് അമൗണ്ടിങ് ടു 2 lakh rupees ആർ റെഡീംഡ് അറ്റ് എ പ്രീമിയം ഓഫ് 5% ബൈ ഇഷ്യൂയിങ് ഷെയർ അമൗണ്ടിങ് ടു 1 lakh അറ്റ് എ പ്രീമിയം ഓഫ് 10%. നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അത് സിമ്പിളാണ്. ഈ 2 lakh നിന്ന് ഈ 1 lakh കുറച്ചാൽ മതി. സോ 1 lakh, ബി ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, ബി ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഇത് കൊടുത്തത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഇതിൻ്റെ ഈ സെക്കൻഡിൻ്റെയും
6th ഇത് രണ്ടെന്നാണ് ഒരു പ്രോബ്ലം ടൈപ്പ് ഓഫ് പേപ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു ഹിൻ്റ് ആയിട്ട് ഇവിടെ 1 നിർത്തുക. ഇതിൻ്റെ അതായത് 2 lakh - 150 ആണ് ചെയ്യേണ്ടത്. ഇവിടെ 2 lakh - 1 lakh. അത് വേറെ ഒന്നുമല്ല, ഈ 2 lakh ഈ 1 lakh നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് ഈ 1 lakh എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുക എന്നുള്ളൊരു ഹിൻ്റാണ് അവിടെ തന്നേക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഒരെണ്ണമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് അത് ബുക്സ് ബി ലിമിറ്റഡിൻ്റെ ബുക്സിൽ എന്താണ് ഫോളോയിങ് ബാലൻസസ് ആണ് കൊടുത്തേക്കുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ കൊടുത്തിട്ടുണ്ട്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ, പിന്നെന്താണ് 4% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് 10 വെച്ചിട്ട് 8 പെയ്ഡ് അപ്പ്. അപ്പോൾ എന്താണ് ഇവിടെ 2 റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഒന്ന് എന്താണ് 12% ഉണ്ട്, പിന്നെ 10% ഉണ്ട്. ഓക്കെ, 10% ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണ്. നമ്മുടെ കയ്യിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് റിസർവ് ആയിട്ട് കിടക്കുന്നത് ഏകദേശം പ്രോഫിറ്റ് ആൻഡ് ലോസ് 80,000 ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ റിഡംഷന് വേണ്ടി എന്താണ് 3,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ വെച്ചിട്ട് എന്താണ് 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അറ്റ് ദ സെയിം ടൈം പ്രിഫറൻസ് ഷെയർസ് എന്താണ് ഫുള്ളി റെഡീം ചെയ്യാൻ വന്നിട്ട് എന്താണ് 1st January എത്രയാണ് 2 രൂപയ്ക്ക് എന്താണ് റെഡീം ചെയ്യാനുള്ള ഇതും വന്നിട്ടുണ്ട്. ഓക്കെ, പ്രീമിയം 2 രൂപയ്ക്ക് എന്താണ് നമുക്കത് ചെയ്യാം. പിന്നെ എന്താണ് ഒരു 100 ഷെയർസിന് എന്താണ് ആ പുള്ളി എന്താണ് നമുക്ക് ഇതുവരെ എന്താ പറയുക പേയ്മെൻറ്റ് പുള്ളിയുടെ എന്താണ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ല, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ബോണസ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെർ മെയ്ഡ് അറ്റ് എ പാർ, അതായത് 2 ഷെയർസിന് എന്താണ് ഫോർ ബീങ് ഇഷ്യൂഡ് ഫോർ എവരി 5 ഷെയർ ഹെൽഡിന് എന്താ പറയുക ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അതായത് ഇതുവഴി എന്താണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് കുറച്ച് എമൗണ്ട് മാറ്റില്ല, ആ എമൗണ്ടിൽ നിന്ന് എന്താണ് നമുക്ക് ബോണസ് ഇഷ്യൂവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ഫോർ റിഡംഷൻ ആർ നോട്ട് എലിജിബിൾ ഫോർ ബോണസ്. റിഡംഷന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എന്താ പറയുക ഇക്വിറ്റി ഷെയർസ്, അത് ഇക്വിറ്റി ഷെയർസ് നമ്മൾ കുറച്ച് ഇഷ്യൂ ചെയ്യുമല്ലോ, അതിന് ബോണസ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ 30,000 ഷെയർസിനെ ബോണസ് നമ്മൾ ഇഷ്യൂ ചെയ്യുകയുള്ളൂ, അല്ലാതെ അതിനുവേണ്ടി റിഡംഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന 3,000 ഷെയർസിനെ ബോണസ് ഇഷ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം എന്താണ് നമുക്ക് പ്രിഫറൻസ് ഷെയർസിനെ റെഡീം ചെയ്യണം അല്ലേ. സോ അതിനുവേണ്ടി എന്താണ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത് 1,80,000, അതായത് ഫുള്ളി പെയ്ഡപ്പ് ആയുള്ള പ്രിഫറൻസ് ഷെയർസ് നമുക്ക് എന്താ പറയുക റെഡീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഷെയർസ് ആയിരിക്കും നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് അൺപെയ്ഡ് ആണ്, ഇത് കോൾ ചെയ്തതിനൊന്നും പറ്റി പറയുന്നില്ല, അപ്പോൾ ഇത് നമ്മൾ റിഡംഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഓക്കെ, സോ 12% വെച്ചിട്ട് 1,80,000 പ്രീമിയം എത്രയാണ് 36,000, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2% പ്രീമിയം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ₹2 വെച്ചിട്ടാണ് പ്രീമിയം റിഡംഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 36,000 അങ്ങനെ 2,60,000 ആണ് നമ്മൾ എന്താ പറയുക ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. സോ ആ എമൗണ്ട് എന്താണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ കൊടുത്ത എമൗണ്ടിൽ എന്താണ് ഒരു ഡിഫറൻസ്, അതായത് 2,16,000 ആണ് കൊടുക്കേണ്ടത്, പക്ഷേ 2,14,800 ആണ് കൊടുത്തത്. കാരണം എന്താണ് നമ്മുടെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കാര്യം പറയുന്നത്, അതായത് 100 ഷെയർസിന് എന്താണ് 12 രൂപ വെച്ചിട്ട്. ഓക്കെ, കാരണം 10 രൂപയാണ് അടയ്ക്കാനുള്ളത്, പക്ഷെ എന്താണ് 100 ഷെയർസിന് പ്രീമിയം ഉൾപ്പെടെ 12 1,200 രൂപ. പുള്ളിയുടെ വേറെ അബൌട്ട്സ് ഒന്നും അറിയില്ല, നമുക്ക് ആർക്കാണ് ഈ എമൗണ്ട് കൊടുക്കേണ്ടത്, അതായത് ഒരു 1,200 രൂപ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് കുറച്ചിട്ടുള്ള എമൗണ്ട് എന്താ പറയുക നമ്മൾ ബാങ്കിൽ നിന്ന് പേ ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത് ഓക്കെ, പിന്നെ 3,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ് 33,000 വെച്ചിട്ട് 30,000 3,000 പ്രീമിയത്തിൽ നമ്മൾ എന്താണ് അത് ഇഷ്യൂ ചെയ്തു. പിന്നെ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അതായത് നമ്മൾ 1,80,000 ഫേസ് വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 30,000 ഇക്വിറ്റി ഷെയർസ് ഫേസ് വാല്യൂ വരുന്നത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എമൗണ്ട് എന്താണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ 1,50,000 എന്താണ് ജനറൽ റിസർവിൽ നിന്നും PNL നിന്നും എടുത്തിട്ട് നമ്മൾ ക്യാപിറ്റൽ റിഡംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വെച്ചിട്ട് എന്താണ് ഇവിടെ നിന്ന് കിട്ടിയതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ ഒരു കാര്യം പറയുന്നുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. അതായത് 5 ഷെയർസ് ഹെൽഡ് ചെയ്തവർക്ക് 2 ഷെയർ വെച്ചിട്ട്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് 30,000 5 ഷെയർസ് ഹെൽഡ് ചെയ്തവർക്ക് 2 എണ്ണം വെച്ച്, അപ്പോൾ 12,000 ഷെയർസ് എന്താ പറയുക ബോണസ് ഇഷ്യൂ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1,20,000 എന്താണ് ബോണസ് ഇഷ്യൂ വരുന്നുണ്ട്. സോ എന്താണ് നമ്മൾ ആ ഒരു റേഷ്യോയിൽ നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുന്നു. ഓക്കെ, പിന്നെന്താണ് പറയുന്നത് നമ്മുടെ ബോണസ് ഇഷ്യൂ നടത്തി തന്നാണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബോണസ് ഇഷ്യൂ വന്ന് നമ്മുടെ ക്യാപിറ്റലിലേക്ക് കാണിക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ പ്രീമിയം എമൗണ്ട് റിഡംഷൻ എന്താണ് PNL പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫറും ചെയ്യുന്നു. ഓക്കെ, അതോടുകൂടി ഇതൊരു സിമ്പിൾ ഇതാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ എന്താണ് കുറേ
കാര്യങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ എന്താണ്, ഇതിൽ കുറേ കാര്യങ്ങൾ, ബോണസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും പിന്നെ എന്താണ് ഇക്വിറ്റി ഷെയർസിൻ്റെ ഇഷ്യൂ ആണെങ്കിലൊക്കെ നമ്മൾ എന്താണ് ഇതിന് മുമ്പത്തെ യൂണിറ്റ്സ് പഠിച്ചാണ്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ എന്താണ് ഈ ഒരേ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്താ പറയുക ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളൂ. സോ എന്താണ് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കിട്ടുന്ന MTP RTP അതുപോലെ പുറത്തുനിന്നുള്ള ഓർഡേഴ്സിൻ്റെ കിട്ടുകയാണെങ്കിൽ അതും ചെയ്തു നോക്കാം. പിന്നെ എപ്പോഴും ഓർക്കുക എന്താണ്, നിങ്ങൾക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മാത്രമല്ല ഫൗണ്ടേഷനിലുള്ള, ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. സോ ആ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ പറയുന്ന പോലെ മെയിൻ ആയിട്ട് എന്താണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ, അതായത് ഈ ടെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാം RTP MTPs ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് പറയുക, നിങ്ങൾ ഔട്ട്സൈഡ് ഓതേഴ്സ് തരുന്ന ബുക്കാണെങ്കിലും ഞങ്ങൾ തരുന്ന ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും, റിവിഷൻ്റെ സമയത്തൊക്കെ ഷോർട്ട് നോട്ട്സ് വരും, ആ തരുന്ന ഷോർട്ട് നോട്ട്സ് ആണെങ്കിലും നിങ്ങളത് റെഫർ ചെയ്യാൻ. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ, ടേക്ക് കെയർ. ഓക്കെ.